Hello, so ready for a new session of Net English Marathon. And today we'll be discussing the topic Other English Literature, which is Unit 4. And I hope you are already very much into your preparations and have covered every of the units that has been prescribed in your syllabus. And no more time, right? Today it is 27 and to 5 to the 5th of January. It's not much of a long period of time. So I'm also hoping in fast towards the topic. So the topic that we'll be covering today is Other English Literature. Other English Literature means from the name itself, you can catch it up like, what is it? Other English Literature. Something that has been produced not just within the British continent. Britain continental English literature അല്ലാതെ വേറെ കോണ്ടിനെന്റ്സിൽ എസ്പെഷ്യലി ദാറ്റ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ പെർസ്പെക്റ്റീവിൽ അതായത് കൊളോണിയലിസം എഫക്റ്റ് ആയിട്ടുള്ള കൊളോണിയൽ കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ കൊളോണിയൽ കൺട്രീസിൽ എത്രത്തോളം ലിറ്ററേച്ചർ ഫ്രം ദ ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട് അതിനൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ആൻഡ് വെൻ യു ചെക്ക് ഹൗ ഫാർ നെറ്റിന്റെ ഇത്രത്തോളം ഉള്ള PYQs നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഫോർ ദ പാസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ട് എത്തനിക് ബേസ്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതർ കോണ്ടിനെന്റ്സ് എസ്പെഷ്യലി കരീബിയൻ ലിറ്ററേച്ചർ ചോദിക്കാറുണ്ട്, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ, അഫ്രോ അമേരിക്കൻ ഇതിന്റെ കോമ്പിനേഷൻ ചോദിക്കാറുണ്ട്. സോ ഒബ്വിയസ്ലി എത്തനിക് ബേസ്ഡ് അല്ലെങ്കിൽ ഡിഫറെന്റ് അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള കുറെ ഓതേഴ്സിന് റൈറ്റേഴ്സിന് എസ്പെഷ്യലി പോസ്റ്റ് കൊളോണിയൽ പെർസ്പെക്റ്റീവിൽ ചോദിക്കാറുണ്ട്, ഡയസ്പോറ റൈറ്റിംഗിൽ ചോദിക്കാറുണ്ട്, കൊളോണിയൽ റൈറ്റിംഗിൽ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബ്രിട്ടീഷ് ലിറ്ററേച്ചറും അല്ലെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചറും മാത്രം പഠിച്ച് പോയാൽ it won't be enough because other English literature, a lot of other writers are also included. Are you familiar with the concept of other? We'll discuss that further. So other പോസ്റ്റ് പെർസ്പെക്റ്റീവില് സബോർഡിനേറ്റ് ചെയ്യപ്പെട്ട സബ്ജുഗേറ്റ് ചെയ്യപ്പെട്ടുള്ള ആരുടെ മുകളിലാണോ റൂൾ ഓവർ ചെയ്തിട്ടുള്ള അവരാണ് അതർ എന്ന് വിളിക്കുക. സോ ഒബ്വിയസ്ലി അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ആരൊക്കെ ആയിരിക്കും? ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചറും ഒബ്വിയസ്ലി അമേരിക്ക ഒരു വെസ്റ്റേൺ സുപ്രീം പവർ ആയതുകൊണ്ട് അമേരിക്കൻ ലിറ്ററേച്ചറും എക്സ്ക്ലൂഡഡ് ആയിരിക്കും അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. സോ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുക ഏഷ്യൻ കൺട്രീസ് ഉണ്ടാവും, ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ടാവും, ന്യൂസിലൻഡ് ഉണ്ടാവും, ഓസ്ട്രേലിയ ഉണ്ടാവും, കരീബിയൻ ലിറ്ററേച്ചർ ഉണ്ടാവും, ഇന്ത്യൻ ലിറ്ററേച്ചർ ഉണ്ടാവും. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഇസ് എ സെപ്പറേറ്റ് യൂണിറ്റ് ഫോർ യു. പക്ഷെ we'll have a very brief understanding regarding how far other English literature എത്രത്തോളം അത് ഇൻഫ്ലുവൻഷ്യൽ ആണെന്ന് let's have a check on. So we'll be discussing the topic today is other English literature. I hope you have a note section or lecture note പോലെ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന വിചാരിക്കുന്നു, because a lot of terms നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, a lot of authors also. ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നെറ്റ് ഫേവറേറ്റ് റൈറ്റേഴ്സ് ആ. യു ഹാവ് ടു നിങ്ങൾക്ക് ഫർദർ മോർ ഡീറ്റെയിൽസ് യു ഹാവ് ടു ചെക്ക്. അതായത് ഞാൻ നിങ്ങൾക്ക് കമ്പൈൽ ചെയ്തിട്ടുള്ളത് നെറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റൈറ്റേഴ്സും അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും മെൻഷൻ വന്നിട്ടുള്ള റൈറ്റേഴ്സിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോണ്ടന്റ് മേക്കിങ്ങിൽ. ആൻഡ് ഓൾസോ ദ വർക്ക്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യു ഹാവ് ടു ലുക്ക് ഡീപ്പർ ഇൻ ടു ദ കോർ ഐഡിയ. അത് ആ ഒരു പെർട്ടിക്കുലർ വർക്കിൽ ഫോർ എക്സാമ്പിൾ തിങ്സ് ഫോൾ അപ്പാർട്ട് ഒരു ആഫ്രിക്കൻ ലിറ്ററേച്ചറിൻ്റെ ഒരു ഫോർമേറ്റഡ്, അതായത് ഒരു ഐഡിയൽ ടൈപ്പ് ഓഫ് ബുക്കാണ്, ടൈപ്പ് ഓഫ് നോവലാണ്. സോ അതിൽ ഇപ്പോ കൾച്ചറിനെ പറ്റി പറയുന്നുണ്ട്, അതിലത്തെ മേജർ ക്യാരക്ടേഴ്സിനെ ഒക്കെ യു ഷുഡ് ബി ഫാമിലിയർ വിത്ത്. സോ വെൻ ഐ എം ഗിവിംഗ് യു ദ കോണ്ടന്റ് റിഗാർഡിംഗ് ഈച്ച് ഓഫ് ദ ടോപ്പിക്, നിങ്ങൾ ആ റൈറ്ററിനെ പറ്റിയും ആ ഒരു പെർട്ടിക്കുലർ ബുക്കിനെ പറ്റിയും യു ഹാവ് ടു ഹാവ് എ ഫർദർ അനാലിസിസ് ഓഫ് ദാറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി കാറ്റഗറി, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ വിൽ ഹാവ് എ ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വുഡ് ബി. അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാൻ പറഞ്ഞു, അതർ പോസ്റ്റ് കൊളോണിയൽ പെർസ്പെക്റ്റീവില് അതർ എന്ന് പറഞ്ഞാൽ അവിടെ സബോർഡിനേറ്റ് ചെയ്യപ്പെട്ട, അവിടെ ഇൻഫീരിയർ ആയിട്ടുള്ള കാറ്റഗറീസ് ആയിരിക്കാം, കൊളോണിയൽ പവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ പവേഴ്സ് ഉള്ള സുപ്രീം കൺട്രീസ് ആണ് ബ്രിട്ടൻ, അമേരിക്ക ഒക്കെ, മെയിൻലി ബ്രിട്ടൻ. So whatever literature produced in English in other countries
than that of Britain is considered as other English literature, and we'll possibly exclude America also, കാരണം അമേരിക്ക സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറും അമേരിക്കൻ ലിറ്ററേച്ചറാണ് സുപ്രീം ലിറ്റററി വർക്ക് അല്ലെങ്കിൽ ലിറ്റററി പവേഴ്സ് ആയിട്ട് വി കൺസിഡർ. സോ വിൽ ഹാവ് ടു ലുക്ക് ഓൾ ദി അതർ ഇൻഫീരിയർ ആയിട്ട് കണക്കാക്കപ്പെടുന്ന കൺട്രീസിലത്തെ ലിറ്ററേച്ചർ ഓൾസോ വി ഹാവ് ടു look. So literature written in English outside Britain, mainly from colonial and post-colonial regions. ബ്രിട്ടൻ കോളനീസ് ആക്കിയിട്ടുള്ള കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, അതുവഴിയാണ് അവിടോട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇംഗ്ലീഷിന്റെ ഒരു പ്രൊപ്പഗേഷൻ, ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലിംഗ്വ ഫ്രാങ്ക ആയിട്ടുണ്ടെന്ന് ഞാൻ ലിംഗ്വിസ്റ്റിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ട്രേസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ വിൽ ഹാവ് ടു ഓപ്റ്റ് ഫോർ ഇംഗ്ലീഷ്. കാരണം നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഇസ് നോട്ട് പോപ്പുലർ ഔട്ട്സൈഡ്. അതുകൊണ്ട് ഇംഗ്ലീഷ്, എസ്പെഷ്യലി ബ്രിട്ടൻ ബാക്കിയുള്ള കൺട്രീസിനെ കോളനീസ് ആക്കി വെച്ചതുകൊണ്ടാണ് ഇംഗ്ലീഷിന് എത്രത്തോളം ബാക്കിയുള്ള കൺട്രീസിലും അത് എത്രത്തോളം പ്രൊപ്പഗേറ്റഡ് ആയിട്ടുള്ളത്, പോപ്പുലർ ആയിട്ടുള്ളത്, വൈഡ്ലി സ്പീക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പെനിട്രേറ്റഡ് ഇൻ ടു ദി അതർ ലാൻഡ്സ് ത്രൂ കൊളോണിയലിസം. കൊളോണിയലിസം വഴിയാണ് ഇംഗ്ലീഷ് പെനിട്രേറ്റഡ് ഇൻ ടു ദി അതർ ലാൻഡ്സ് ഓർ അതർ കോണ്ടിനെന്റ്സ്. അപ്പോൾ ഈ കൊളോണിയലിസം കാരണം ഇംഗ്ലീഷ് ബാക്കിയുള്ള കൺട്രീസിലെത്തി. എന്നിട്ട് അവിടെയുള്ള ആൾക്കാർ ഇംഗ്ലീഷിൽ ഫെമിലിയറൈസ് ആയിട്ട് അവർ ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തു അവരുടെ നേറ്റീവ് ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ മലയാളത്തിലുള്ള ഓരോ കഥകളും നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇംഗ്ലീഷിൽ തന്നെ ഒറിജിനൽ വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനത്തെ വർക്ക്സ് ഒക്കെയാണ് അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പെടുക. Okay, so literature written in English outside Britain, mainly from colonial and post-colonial regions. It includes India, Africa, Caribbean, Canada, Australia, New Zealand, South Asia. അപ്പൊ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ആഫ്രിക്കൻ ലിറ്ററേച്ചർ, കരീബിയൻ ലിറ്ററേച്ചർ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ഏഷ്യ, ഇവിടെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റൈറ്റിംഗ്സ് ഓർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് ഒക്കെ we can't omit those works. We have to consider that works also while we are going. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ മാത്രമല്ല ഫെമിലറൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചർ മാത്രമല്ല ഫെമിലറൈസ് ചെയ്യേണ്ടത്. വി ഷുഡ് ബി വെരി മച്ച് ഫെമിലിയർ, വി ഷുഡ് ബി വെരി മച്ച് നോയിങ് ഓഫ് ദോസ് അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓൾസോ. അതുകൊണ്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റും ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് അധികം ചോദിക്കാറുണ്ട് അതർ ഇംഗ്ലീഷ് റൈറ്റിംഗ്സ് എന്ന്. കുറച്ച് ന്യൂ റൈറ്റേഴ്സിനെ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം പാസ്റ്റ് 2-3 പേപ്പേഴ്സ് ആയിട്ട് കാണാറുണ്ട്. ആൻഡ് സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ഹൂ all these authors are, ഏതൊക്കെ വർക്ക്സ് ആ ചോദിക്കുക, ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആ ചോദിക്കാറുണ്ട്. ആൻഡ് ഓൾസോ റൈറ്റേഴ്സും റൈറ്റിംഗ്സും അല്ലാതെ തന്നെ ചില മൂവ്മെന്റ്സ് ചോദിക്കാറുണ്ട്, ചില കോൺസെപ്റ്റ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ചട്നിഫിക്കേഷൻ, ഇതൊക്കെ ഇന്ത്യൻ ലിറ്ററേച്ചറിലുള്ള ഒരു ടേം ആണ് ചട്നിഫിക്കേഷൻ. ഇറ്റ്സ് പോപ്പുലറൈസ്ഡ് ബൈ സൽമാൻ റുഷ്ദി ഇൻ മിഡ്നൈറ്റ് ചിൽഡ്രൻ. സോ ഇങ്ങനത്തെ കുറച്ച് ടേംസ് ഓൾസോ യു ഷുഡ് ബി വെരി ഫെമിലിയർ വിത്ത്. സോ ചലഞ്ചസ് ഈ ബ്രിട്ടീഷ് അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സിന്റെ ഒരു മേജർ എയിം ഓർ ഒബ്ജക്റ്റീവ് എന്താ? ടു ചലഞ്ച് ബ്രിട്ടീഷ് കാനൺ അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ സുപ്രീം ആയിട്ടുള്ള ഒരു റേ ഓഫ് വർക്ക്സ് ഉണ്ടാവും, ഒരു സെറ്റ് ഓഫ് വർക്ക്സ് ഉണ്ടാവും, ഒരു സെറ്റ് ഓഫ് റൈറ്റേഴ്സ് ഉണ്ടാവും. ഇതായിരിക്കും ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള. അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് voicing out that we also exist in this global platform where our works are also to be shown to the world, our voices are also to be raised through the literary forms എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന് പുറമെ ഈ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലോട്ട് ഓഫ് അതർ കോൺസെപ്റ്റ്സ് അവരുടെ കൺട്രിയിലുള്ള അവരുടെ നേറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലത്തെ പ്രോബ്ലംസ് ഒരു ഗ്ലോബൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അത് ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യേണ്ടി വന്നു. അതായത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഒരു മൂവി മേക്ക് ചെയ്യുകയാണെങ്കിൽ റീച്ച് ആണെങ്കിൽ വിൽ ഹാവ് ടു പ്രൊഡ്യൂസ് ഇറ്റ് ഇൻ എവറി ലാംഗ്വേജ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ ഇംഗ്ലീഷ് സബ് കൊടുക്കും, കാരണം ഫോർ ദി ആക്സസ് ഓഫ് എവ്രിബഡി. അപ്പൊ അതുപോലെ തന്നെ ഗ്ലോബലി ആയാലും നമ്മളുടെ ഒരു നേറ്റീവ് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പുറമേലോട്ട് നമ്മളുടെ ആർട്ട് ഫോം എത്തിക്കണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് എ ലിംഗ്വ ഫ്രാങ്ക, ഇംഗ്ലീഷ് ഇസ് ദ വൈഡ്ലി സ്പോക്കൺ, വൈഡ്ലി ആക്സെപ്റ്റഡ് ലാംഗ്വേജ്. ഫോർമൽ ആയിക്കോട്ടെ ഇൻഫോർമൽ ആയിക്കോട്ടെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ ഇംഗ്ലീഷ് ആണ് ആക്സെപ്റ്റഡ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ എഴുതിയാലാണ് ഒരു വേൾഡ്ലി ആക്സെപ്റ്റൻസ് കിട്ടുക. അതുകൊണ്ട് തന്നെ ദേ റോട്ട് ഇൻ ഇംഗ്ലീഷ്.
യൂറോസെൻട്രിസം. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, അതായത് ബ്രിട്ടീഷുകാരോട് ഇത്ര എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് കൊളോണിയലിസത്തിന് എഗെയിൻസ്റ്റ്, പോസ്റ്റ് കൊളോണിയലിസം ഇസ് എ റിയാക്ഷൻ എഗെയിൻസ്റ്റ് കൊളോണിയലിസം അല്ലെ. അതുകൊണ്ട് പിന്നെ എന്തിനാ ഇംഗ്ലീഷിൽ എഴുതുന്നത്? ഇംഗ്ലീഷ് ഇസ് എ കൊളോണിയൽ ലാംഗ്വേജ്, വൈ ആർ വി യൂസിങ് ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. പക്ഷെ ഇംഗ്ലീഷ് ഈ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ വി ഹാവ് എൻ ഓപ്ഷൻ, ബിക്കോസ് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല റിഗാർഡിങ് നമ്മളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ അത് എത്രത്തോളം ഗ്ലോബൽ ആക്സെപ്റ്റൻസ് കിട്ടും നമുക്ക് പറയാമല്ലോ. അത് ഇൻ കേസ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷ് നമുക്കൊരു ഇന്നെവിറ്റബിൾ ഫാക്ടർ ആയിട്ട് മാറി. ഇപ്പൊ നിങ്ങൾ ഇതെടുത്താലും മതി, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏതൊരു ഡിപ്പാർട്ട്മെന്റ്, ഏതൊരു ഡിസിപ്ലിൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആസ് എ കോമൺ കോഴ്സ് എങ്കിലും പഠിക്കാനുണ്ടാവും. കാരണം എന്താ, ഏതൊരു ഏരിയയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പഠിച്ച കാര്യം ഒരു ഗ്ലോബൽ ആക്സെപ്റ്റൻസിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ഇംഗ്ലീഷ്. സോ ദാറ്റ്സ് ദ ഇന്നെവിറ്റബിൾ ഇന്നെവിറ്റാലിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ഈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിനെ ചാലഞ്ച് ചെയ്തു. ഈ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഫോർമാറ്റിനെ ചാലഞ്ച് ചെയ്തു. ദാറ്റ് മീൻസ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലുള്ള പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ്, ഇങ്ങനെ മാത്രമേ ഇംഗ്ലീഷ് ഫോം ഉള്ളൂ. അതാണ് ഒരു ഐഡിയൽ ഫോം, ഒരു പ്രോട്ടോ ടൈപ്പ് ആയിട്ടുള്ളത് അതാണ് എന്നുള്ള ഒരു ബേസിക് ഒരു ബോസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അതിനെ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് അല്ല ഉള്ളത്. നമ്മൾ ഇംഗ്ലീഷുകാര്, അതായത് ബ്രിട്ടീഷുകാര് കോളനീസ് ഉണ്ടാക്കിയപ്പം ബാക്കിയുള്ള കൺട്രീസിലും ഇംഗ്ലീഷ് പെനിട്രേറ്റ് ആയതുകൊണ്ട് അവരുടെ സ്പെസിഫിക്, നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലേ, നമുക്ക് വേറെ തന്നെ ആക്സെന്റ്, നമ്മൾ തന്നെ വേറെ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യും. ഫ്രഞ്ച്, അതായത് ഫ്രാൻസിലുള്ള അവർ സ്പീക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് ഡിഫറെന്റ് ലെവലാ. സോ നിങ്ങൾ ആക്സെന്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും. സോ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇംഗ്ലീഷ്, ആൻഡ് ഓൾസോ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലോട്ട് പല കൺട്രീസ് മോൾഡ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സും യൂസ് ചെയ്യാറുണ്ട്. നമ്മളുടെ ഇന്ത്യൻ ഹിന്ദി വേർഡ്സ് ഇതൊക്കെ ഇംഗ്ലീഷിലോട്ട് ബോറോ ചെയ്യാറുണ്ട്. അപ്പം എല്ലാ ലാംഗ്വേജിന്റെയും ഒരു അമാൽഗമേഷൻ ആണ് ഇംഗ്ലീഷ്. ആൻഡ് ഓൾസോ ഓരോ കോണ്ടിനെന്റിലും ഓരോ കൺട്രീസിലും ഇംഗ്ലീഷിന് വേരിയേഷൻസ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ഫോംസ് ആണ് യൂസ് ചെയ്യാറ്. Okay, so this is the basic idea, and it engages with colonial history, identity, language. അപ്പോൾ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിലത്തെ മേജർ തീംസ് എന്തൊക്കെയായിരിക്കും? കൊളോണിയൽ ഹിസ്റ്ററി, കൊളോണിയലിസം കാരണം അവർക്ക് ഉണ്ടായിട്ടുള്ള ട്രോമാസ്, എഗോണീസ്, മേ ബി പോസിറ്റീവ്സും ഉണ്ടാവും, ഡിമെറിറ്റ്സ് ഉണ്ടാവും, മെറിറ്റ്സ് ഉണ്ടാവും. കൊളോണിയൽ ഹിസ്റ്ററി, അവരുടെ ഒരു നേഷണൽ പോളിറ്റിക്സ് ഉണ്ടാവും, ഐഡന്റിറ്റി പ്രസന്റ് ചെയ്യുന്നുണ്ടാവും, ലാംഗ്വേജിന്റെ ട്രാൻസ്ഫോർമേഷൻ, അഡാപ്റ്റിംഗ് ടു ഡിഫറെന്റ് ലാംഗ്വേജസ്, ഇതൊക്കെ ചോദിക്കും. Power flow, power relations will be asked, will be discussed. Resistance towards the supreme powers ഉണ്ടായിരിക്കും. ഹൈബ്രിഡിറ്റി പറഞ്ഞാൽ എക്സിസ്റ്റൻസ്, കമ്പൈനിങ്, അതായത് കോമ്പിനേഷൻ ഓഫ് 2-3 or more കൾച്ചേഴ്സ്. ഇത് കൾച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഇപ്പം ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ വിട്ടു പോയപ്പം നമുക്ക് തന്നെ പാർട്ടീഷൻ ഉണ്ടായിരുന്നു, കുറെ അധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അവിടെ ഒരു കൾച്ചറൽ മിക്സ് ഉണ്ടായിരുന്നു, കൾച്ചറൽ ഷോക്ക് ഈവൻ ഇൻ ദ പീപ്പിൾ ഹു ആർ റിസൈഡിങ് ഇൻ ഇന്ത്യ ഹാപ്പൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റീസ്, റിലീജിയൻ ബേസിലുള്ള മിക്സപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഹൈബ്രിഡിറ്റി കമ്പൈൻസ് എ ലോട്ട് ഓഫ് കൾച്ചേഴ്സ്. ആഫ്റ്റർ ഈ ഇംഗ്ലീഷ് കൊളോണിയലിസം കാരണം ഉണ്ടായിട്ടുള്ള ഹൈബ്രിഡിറ്റി ഉണ്ട്, കുറെ മൈഗ്രേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ മിക്സ്ചർ, ഇതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ഓക്കെ, സോ നമ്മൾ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്, കൾച്ചറൽ സ്റ്റഡീസ്, ഡയസ്പോറ സ്റ്റഡീസ്. ഡയസ്പോറ പറഞ്ഞാല് നമ്മളുടെ നാട്ടിൽ ഇപ്പം അമിതാവ് ഘോഷ് ഒക്കെ വെരി ഫേമസ്, ജുംപ ലഹരി, അമിതാവ് ഘോഷ് അല്ലെങ്കിൽ ജുംപ ലഹരി ഒക്കെ ഇന്ത്യൻ ഒറിജിൻസ് ഉള്ള അമേരിക്കൻ റൈറ്റർ ആണ്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. ബട്ട് ഷീ ഈ നാട്ടിലുള്ള, അതായത് ഇന്ത്യൻ റൂട്ട്സിനെ മെമ്മറൈസ് ചെയ്ത് നൊസ്റ്റാൾജിയ എലമെന്റോട് കൂടി പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ഡയസ്പോറ എന്ന് പറയാ. ഈ ഒരു കൺട്രിയിൽ റിസൈഡ് ചെയ്തിട്ടുള്ള ഒരാൾ വേറൊരു കൺട്രിയിൽ പോകുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ആയിപ്പെടേണ്ട, അല്ലെങ്കിൽ ഇവിടുത്തെ റൂട്ട്സും മിക്സ് ചെയ്ത് എവിടെയും ബിലോങ് ചെയ്യാത്ത, ബിലോങ്ങിങ് ഡൗട്ട്ഫുൾ ആയിരിക്കുന്ന, അല്ലെങ്കിൽ നൊസ്റ്റാൾജിയോട് കൂടി അവരുടെ സ്വന്തം ഒറിജിനൽ കൺട്രീനെ മിസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു ലിറ്ററേച്ചർ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു
വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ഡയസ്പോറ സ്റ്റഡീസ്. ഓക്കെ. So, post-colonial studies, cultural studies, and diaspora studies are closely connected with other English literature. Next one, language and cultural politics that happens in other English literature. English is as both colonial imposition and post-colonial resource. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളോണിയൽ പവേഴ്സ് കാരണം പെനിട്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇംഗ്ലീഷ്. പക്ഷെ അത് ഇവർക്ക് എന്തായി ഒരു വോയിസ് ആയി, അവരുടെ നേറ്റീവ് പ്രോബ്ലംസിനെ പ്രസന്റ് ചെയ്യും. നേറ്റീവ് ലാംഗ്വേജിൽ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പ്രസന്റ് ചെയ്ത ഒരു വർക്ക് എഴുതിയാൽ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമേ അത് ആക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ലിമിറ്റഡ് ആണ്. പക്ഷേ ഈ പോസ്റ്റ് കൊളോണിയൽ റിസോഴ്സ് എന്തുകൊണ്ട് ഇംഗ്ലീഷ് കണക്ട് ആവുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കണക്റ്റഡ് ആസ് ഇൻ എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം, ഗ്ലോബൽ സ്റ്റേജിലോട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റി. ഇംഗ്ലീഷിൽ എഴുതിയാൽ വൈഡ്ലി കുറെ പേർക്ക് വായിക്കാം, കുറെ കൺട്രീസിലുള്ള ആൾക്കാർക്ക് വായിക്കാം, വിത്തൗട്ട് ദ സ്പെസിഫിക്കാലിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി. സോ പ്രോസസ് ഓഫ് ഇന്ത്യനൈസേഷൻ, ഈ അത്തർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള ഒരു ഇന്ത്യനൈസേഷൻ, ക്രിയോളൈസേഷൻ. ഇന്ത്യനൈസേഷൻ മീൻസ് ഇന്ത്യനൈസേഷൻ ഓഫ് ഇംഗ്ലീഷ്, ഇന്ത്യൻ വേർഷൻ ഓഫ് ഇംഗ്ലീഷ്. ക്രിയോൾ പറഞ്ഞൊരു കാറ്റഗറിയാണ്, ആ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ ക്രിയോളൈസേഷനും ഹാപ്പൻ ചെയ്യും. നിങ്ങൾക്ക് വൈഡ് സർഗാസോ സി ജീൻ റൈസിന്റെ വർക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്രിയോളൈസേഷൻ കാണാൻ പറ്റും. ഹൈബ്രിഡൈസേഷൻ ഓൾസോ, മിക്സിംഗ് അപ്പ് ഓഫ് കൾച്ചേഴ്സ്. So, a debate between writing in English versus native language. ഈ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? കുറച്ച് റൈറ്റേഴ്സ് ഇംഗ്ലീഷിനെ വൗച്ച് ചെയ്ത് ഇംഗ്ലീഷിൽ മാത്രം എഴുതാൻ തുടങ്ങി, ചിലര് നേറ്റീവ് ലാംഗ്വേജിൽ മാത്രം എഴുതാൻ തുടങ്ങി. അപ്പൊ ഈ റൈറ്റേഴ്സ് പറഞ്ഞു, നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജിൽ എഴുതിയാലല്ലേ നമ്മളുടെ ലാംഗ്വേജിനെ അതിനെ വാല്യൂ ചെയ്യുള്ളൂ, അതിനല്ലേ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഇൻ റിഗാർഡിങ് പ്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ. സോ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ തുടങ്ങി. വൈ ഇംഗ്ലീഷ്? ജസ്റ്റ് ചൂസ് യുവർ നേറ്റീവ് ലാംഗ്വേജ്. നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജിൽ എഴുതിയാൽ പോരെ, എന്തിനാണ് ഈ കൊളോണിയൽ ആയിട്ടുള്ള ബ്രിട്ടീഷ് ലാംഗ്വേജ് കൊടുക്കുന്നത്? അപ്പൊ അവർക്ക് വീണ്ടും നിങ്ങൾ പവർ കൊടുക്കുകയല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. So that was a major debate during this time. Language as carrier of culture, memory, ideology, power. Culture represent ചെയ്യാനൊക്കെ memory represent ചെയ്യാനൊക്കെ ലാംഗ്വേജിനെ യൂസ് ചെയ്തു, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ. ഐഡന്റിറ്റി ഫോർമേഷൻ, റെസിസ്റ്റൻസ്, കൗണ്ടർ നെറേറ്റീവ്സ് ഒക്കെ. കൗണ്ടർ നെറേറ്റീവ്സ് ഇൻ ദ സെൻസ് അവര് ബ്രിട്ടീഷേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പം എം ഫോസ്റ്റർ ആയിക്കോട്ടെ, ഹൂഎവർ, റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ റൈറ്റിംഗ്സ് ആയിക്കോട്ടെ, കൊളോണിയലിസത്തിന് ഒരു വേ ഓഫ് വൈറ്റ് മാൻസ് ബേർഡൻ, നമ്മളുടെ ബേർഡൻ ആണ്, നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മളുടെ ഒരു കടമ. ഇറ്റ്സ് ആർ ഡ്യൂട്ടി ടു ഗിവ് അതേഴ്സിന് ഡെവലപ്മെന്റ്, അവരെ പോളിഷ് ആക്കാൻ, അവരെ നല്ലയാക്കാൻ നമ്മൾ കോളനീസ് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് റൂഡിയാർഡ് കിപ്ലിംഗ് ആണ് ദ വൈറ്റ് മാൻസ് ബേർഡനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു ഗ്ലോറിഫിക്കേഷൻ ഓഫ് കൊളോണിയലിസത്തിന് പകരം കൊളോണിയലിസത്തിന്റെ ഡീമെറിറ്റ്സ്, കൊളോണിയലിസം കൊണ്ടുവന്നിട്ടുള്ള അട്രോസിറ്റീസിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ്, കൗണ്ടർ നെറേറ്റീവ്സ്, അതായത് ബ്രിട്ടീഷേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ സുപ്രീം പവേഴ്സ് വെസ്റ്റേൺ ഐഡിയോളജീസ് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു നെറേറ്റീവ്സിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ, അതിനെ എഗെയിൻസ്റ്റ്, അതിനെ റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ കീ ഡിബേറ്റ് ഫിഗേഴ്സ്, നിങ്ങൾ ആഫ്രിക്കൻ ലിറ്ററേച്ചർ എടുക്കുമ്പോൾ യു ക്യാൻ ഫൈൻഡ് ചിനുവ അച്ചീവി. ചിനുവ അച്ചീവിന്റെയും കോൺഫ്ലിക്റ്റ് എന്താന്ന് വെച്ചാല്, അച്ചീബി പറഞ്ഞു ഇംഗ്ലീഷിൽ എഴുതാം, അപ്രോപ്രിയേഷൻ, പക്ഷെ നേറ്റീവ് ടച്ചിൽ, നേറ്റീവ് ലാംഗ്വേജിനെ പ്രസന്റ് ചെയ്തിട്ട് അപ്രോപ്രിയേഷൻ വഴി ഇംഗ്ലീഷ് എഴുതാം. പക്ഷെ ഇൻകോഗി എന്താ ഡീകോളനൈസിങ് ദ മൈൻഡ് എന്നുള്ളൊരു വർക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിനെ റിജക്ട് ചെയ്യുക, ഡീകോളനൈസ് സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് അസ്. ഈ കൊളോണിയൽ ഇമ്പാക്ട് കൊണ്ട് വന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷിനെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും പവർ പോവുകയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എൻകോഗി കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ദി ഐഡിയ ഓഫ് യൂസിങ് ഇംഗ്ലീഷ് ഇൻ ലിറ്ററേച്ചർ. ഓക്കെ, ഇന്ത്യൻ റൈറ്റിംഗ്. അപ്പൊ നമ്മൾ കാറ്റഗറീസിലോട്ട് പോവാണ്. അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ കാറ്റഗറീസ് ആയിട്ടുള്ള കുറച്ച് ഞാൻ പറഞ്ഞു. കനേഡിയൻ ലിറ്ററേച്ചർ ഉണ്ട്, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ ഉണ്ട്, കരീബിയൻ ഉണ്ട്, ദെൻ വാട്ട്, സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ ഉണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്. സോ ഈ ഇന്ത്യൻ റൈറ്റിംഗ് ഉണ്ട്. ഇന്ത്യൻ റൈറ്റിംഗിൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഉണ്ട്,
ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഒരു അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ കോർ ഐഡിയ കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഓരോ കാറ്റഗറീസ് അതർ കൺട്രീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിറ്ററേച്ചറിനെ നമ്മൾ ഡീപ്ലി അനലൈസ് ചെയ്യാൻ പോവാണ്. Okay, so Indian writing in English, obviously, what was the reason for the origin of Indian writing in English? Mm. Indian writing in English and origin and colonialism. Britishers came to our country, they came to loot our resources, they exported, they used raw materials from our country, exploited the very common people of our country, and അവര് പക്ഷെ അവർക്ക് ഇവിടെ ഒരു സിസ്റ്റം, അവർക്ക് ഇവിടെ ഒരു റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇവിടോട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടുവന്നു, എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു. അതുകൊണ്ട് ബോത്ത് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. നമ്മള് കൊളോണിയലിസം എപ്പോഴും ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലാണ് പഠിക്കാറ്. പക്ഷെ അത് കാരണം ഉണ്ടായിട്ടുള്ള കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട്. വി ഹാവ് ടു ലുക്ക് ദാറ്റ് ഓൾസോ. സോ എമർജസ് ഫ്രം കൊളോണിയൽ എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞു ബ്രിട്ടീഷേഴ്സ് ഇവിടെ വന്നു, അവർക്ക് പവർ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ, അവർ റൂൾ ചെയ്യണമെങ്കിൽ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവണ്ടേ. അതുകൊണ്ട് കൊളോണിയൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ് വഴി, സോഷ്യൽ റിഫോർമേഷൻസ് വഴിയൊക്കെ ഇംഗ്ലീഷ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഇതിന് റിയാക്ഷൻ ആയിട്ടൊരു ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ഓൾസോ പ്രൊഡ്യൂസ്. അപ്പൊ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ വെസ്റ്റേൺ ലിറ്റററി ഫോംസ് യൂസ് ചെയ്തിട്ട് ഇന്ത്യൻ തീംസ്, മെത്തോളജീസ് ഇതൊക്കെ പ്രസന്റ് ചെയ്യാൻ തോന്നുന്നു. ഒറാലിറ്റി അതുവരെ ഈ ഒരു കൺട്രിയിൽ ഓറൽ ഫോർമാറ്റിൽ ഓറലി പാസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ റിട്ടേൺ ഫോർമുലേറ്റ് അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള നമ്മുടെ നേറ്റീവ് ഉറുദുവിൽ എഴുതിയിട്ടുള്ള, ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള, ബംഗാളിയിൽ എഴുതിയിട്ടുള്ള കുറെ റൈറ്റിംഗ്സ് ഒക്കെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ്. പിന്നെ ലേറ്റർ ഓൺ slowly developed into ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഒത്തന്റിക്കലി എഴുതിയിട്ടുള്ള കുറെ റൈറ്റിംഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ ഏർലി റൈറ്റിംഗ്സ്, രാജാറാവുവിന്റെ കാന്തപുര, ദ സർപ്പന്റ് ആൻഡ് ദ റോക്ക്. രാജാറാവു കാന്തപുര റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറില്ല. കാന്തപുര ഇതിന്റെ ഒരു തെമാറ്റിക് കൺസേൺ എന്താ, കാന്തപുര ക്യാരക്ടേഴ്സ്, ഇതൊക്കെ നിങ്ങൾ ഹാവ് എ ഡീപ് ചെക്ക് ഓൺ ഇറ്റ്. limitations in the 1.5 hours if you have to cover all those things. So I'm giving you pointers. So Raja Rao, Kantapura, the Serpent and the Rope. These are the most famous works of Raja Rao and Rajmohan's wife and Indian English literature refers to produce a novel consider. Then mythic structure, കാന്തപുര രാജാറാവു കൂടുതലായിട്ട് ഫേമസ് ആയിട്ടുള്ളത് ഗാന്ധിയൻ നാഷണലിസം പറഞ്ഞിട്ടാണ്. നിങ്ങളോട് ചോദിക്കാം, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ ഗാന്ധിയൻ നാഷണലിസം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഓദർ ഇതിൽ ആരാന്ന് ചോദിക്കാം. സോ ഗാന്ധിയൻ നാഷണലിസം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ആളാണ് രാജാറാവു. ഗാന്ധിയൻ നാഷണലിസം, മെത്തോളജീസ് അല്ലെങ്കിൽ മിത്ത് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ചെയ്തിട്ടാണ് ഓരോ ലിറ്ററേച്ചേഴ്സും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഹി വാസ് ദ വൺ ഹു പോപ്പുലറൈസ്ഡ് Indianized ഇംഗ്ലീഷിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് രാജാറാവു. Then comes Mulk Raj Anand. ഈ റൈറ്റേഴ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, സ്റ്റാർട്ട് ടു എൻഡ്. A lot of Britishers also contributed. And also Toru Dutt and Kore nationalist figures and you have to study. Okay, I'm just giving you some of the writers and their works. So Mulk Raj Anand's Untouchable, കൂലി നിങ്ങൾ ടീച്ചർ പഠിച്ചിട്ടുണ്ടാവും. 2 Leaves and a Bud, ഈ 3 വർക്ക്സും പ്ലീസ് ഡു ചെക്ക്. ആൻഡ് ഓൾസോ ക്രോണോളജി നോക്കുക. ഫസ്റ്റ് ആരാ, മുൽക് രാജ് ആനന്ദ്, ആർ.കെ. നാരായൺ, ടോറു ദത്ത് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ റൈറ്റേഴ്സിനെയൊക്കെ നിങ്ങൾ ക്രോണോളജി വെച്ച് പഠിക്കാം. റിപ്പീറ്റിംഗ് ദിസ്, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പം ക്രോണോളജി വെച്ചിട്ട് പഠിക്കുക. കാരണം ക്രോണോളജി ഇസ് ദ ട്രെൻഡ്. ക്രോണോളജി ചോദിക്കാറുണ്ട്. സോ ബെറ്റർ വർക്ക്സ് വെച്ചിട്ട് ക്രോണോളജി ചോദിക്കാറുണ്ട്, റൈറ്റേഴ്സ് വെച്ചിട്ട് ക്രോണോളജി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ക്രോണോളജി ഇസ് കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ടു ദ കണ്ടംപററി ഏജ് ക്രോണോളജി ബേസ്ഡ് ചെയ്തിട്ട് പഠിക്കുക. ആൻഡ് ഓരോ റൈറ്ററിനെ പഠിക്കുമ്പോൾ ആ റൈറ്ററിന്റെ ഫസ്റ്റ് വർക്ക്
ഫസ്റ്റ് പഠിച്ചിട്ട് ഇങ്ങനെ പോവാം. ആൻഡ് പോപ്പുലർ വർക്ക്സിൽ മാത്രം നിങ്ങൾ സമ്മറി ഒക്കെ നോക്കിയാൽ മതി, ക്യാരക്ടേഴ്സിനെ ഒക്കെ നോക്കിയാൽ മതി. പോപ്പുലർ വർക്ക്സ് ഇൻ ദ സെൻസ് നെറ്റ് പോപ്പുലർ വർക്ക്സ്. ഓക്കെ, അപ്പൊ നെറ്റ് പോപ്പുലർ വർക്ക്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിലും തരുന്നത്. മുൽക്ക് രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ, കൂലി, ടു ലീവ്സ് ആൻഡ് എ ബഡ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ്, ഏർലി ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് മുൽക്ക് രാജ് ആനന്ദ് കൂടുതൽ കൂലിയിലൊക്കെ എന്താ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? കാസ്റ്റ് സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അൺടച്ചബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വോയിസ് ഔട്ട് ചെയ്തിട്ടുള്ള ആളാണ്. സോഷ്യൽ റിഫോർമേഷൻസ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടുള്ള ആളാണ്. ആൻഡ് സോഷ്യൽ റിയലിസം, റിയലിസ്റ്റിക്കലി സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ് പ്രസന്റ് ചെയ്തിട്ടുള്ള ആളാണ് മുൽക്ക് രാജ് ആനന്ദ്. ആൻഡ് ഹിസ് മേജർ കൺസേൺഡ് ഐഡിയോളജി വാസ് മാർക്സിസ്റ്റ് ഹ്യൂമനിസം. മാർക്സിസം എന്താ? ക്യാപിറ്റലിസത്തിന് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ആയിട്ട് വൗ ചെയ്തിട്ടുള്ള ഒരു തിയറി ഓഫ് സ്കൂൾ ഓഫ് തോട്ട് ആണ് മാർക്സിസം, കാൾ മാർക്സിന്റെ ഐഡിയോളജി. സോ മാർക്സിസ്റ്റ് ഹ്യൂമനിസം ഈ സൊസൈറ്റിയിലുള്ള ഡിവിഷൻസ്, അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് ഡിവിഷൻസും വർക്കിംഗ് ക്ലാസ് ഒക്കെ ആയിട്ടുള്ള ഡിവിഷൻസിനെ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് മുൽക്ക് രാജ് ആനന്ദ് presented this Marxist humanist ideals in his works also. Okay. So R.K. Narayan, next author is R.K. Narayan. R.K. Narayan, നിങ്ങൾ ചെറുതാവുമ്പോൾ മുതലേ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, നമുക്ക് അല്ലാതെ കോമിക്സ് ആയിട്ടും ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാമി ആൻഡ് ഫ്രണ്ട്സ് നമ്മൾ ഒരു സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേ നമ്മൾ പഠിക്കുന്ന കുറേ സ്റ്റോറീസ് R.K. നാരായൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. റസ്കിൻ ബോണ്ടിന്റെ റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നു. സോ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, അതായത് നമുക്ക് സ്കൂൾ ലെവലും പഠിക്കാം, PG ലെവലും പഠിക്കേണ്ട കുറെ, അതായത് അത്ര വേരീഡ് റൈറ്റിംഗ്സ് R.K. നാരായൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദ ഗൈഡ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, ഐ തിങ്ക് PG ലെവൽ. സോ ഗൈഡ്, ഇതിന്റെയൊക്കെ സമ്മറീസ് ഓൾസോ, വിത്ത് സമ്മറീസ്, വിത്ത് ദ ക്യാരക്ടർ അനാലിസിസ്, വിത്ത് ദ തെമാറ്റിക് കൺസേൺസ്, വിത്ത് ദ മേജർ ലൈൻസ് ഓൾസോ യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, ദ ഗൈഡിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് നോക്കുക. ദ ബാച്ചിലർ ഓഫ് ആർട്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ ഇസ് ഓൾസോ ദേ, ദ മാൽഗുഡി ഡേയ്സ്. R.K. നാരായണന്റെ റൈറ്റിംഗ്സ് വർക്ക്സ് ക്രോണോളജി ചോദിക്കാറുണ്ട്. അപ്പോൾ R.K. നാരായൺ ഫസ്റ്റ് എഴുതിയിട്ടുള്ള റൈറ്റിംഗ് ഏതാ, ലാസ്റ്റ് എഴുതിയിട്ടുള്ള റൈറ്റിംഗ് ഏതാണ്, കമ്പാരിസൺ സ്റ്റഡി ഓൾസോ ഡു ഇറ്റ്. ഓക്കെ, R.K. നാരായൺ എല്ലാ ഒരു വർക്ക്സിലും ഒരു ഫിക്ഷണൽ ടൗൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് ഫിക്ഷണൽ ടൗൺ? R.K. നാരായണന്റെ വർക്ക്സിൽ ഒരു ഫിക്ഷണൽ ടൗൺ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് മാൽഗുഡി. മാൽഗുഡി എന്നുള്ളൊരു മൈക്രോകോസം, ദാറ്റ് മീൻസ് എ ഫിക്ഷണൽ ടൗൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് R.K. നാരായൺ ഒരു കോമിക്, റിയലിസ്റ്റിക് കോമഡി, ഡേ ടു ഡേ കോമഡീസ്, എവറി ഡേ ലൈഫിൽ ഹ്യൂമർ മിക്സ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ടോൺ, നമ്മൾ ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ലൈറ്റ് ടോണിൽ നമുക്ക്, പക്ഷെ കുറെ മോറൽസ് ഉണ്ടാവും, കുറെ തെമാറ്റിക് കൺസേൺസ് ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് വേ ഓഫ് ലേണിംഗ്, അല്ലെങ്കിൽ റീഡ് ആയിരിക്കും, ലൈറ്റ് ഹാർട്ടഡ് റീഡ് ആയിരിക്കും നമുക്ക് വെൻ വി റീഡ് R.K. നാരായൺ. നോട്ട് മച്ച് ഓഫ് എ കോംപ്ലിക്കേഷൻസ് ഇല്ല, പക്ഷെ ബിറ്റ്വീൻ ദ ലൈൻസ് എ ലോട്ട് ഓഫ് തീംസ് വിൽ ബി ഡിസ്കസ്ഡ്. ഒരു എവറി ഡേ ലൈഫ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ, ഇൻ ഹിസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൾസോ വെരി റീജിയണൽ ആയിട്ടുള്ള ഇന്ത്യൻസിന് ആക്സസ് കിട്ടുന്ന വെരി സിമ്പിൾ ഇംഗ്ലീഷിലാണ് ഹിസ് റൈറ്റിംഗ്സ് ഓൾസോ ഗോസ് ലൈക്ക്. സോ മാൽഗുഡി, റിമെമ്പർ ദ fictional town of Malgudi is created by R.K. Narayan. Then goes Salman Rushdie. Salman Rushdiന്റെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. ദ സാത്താനിക് വേഴ്സസ് കുറെ കോൺട്രവേഴ്സീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സൽമാൻ റുഷ്ദി. Salman Rushdie was attacked in a public space. Salman Rushdie is famous for mixing up magical realism, supernatural elements ഡേ ടു ഡേ ലൈഫിൽ റിയലിസ്റ്റിക്കലി പ്രസന്റ് ചെയ്യുന്നതിനാണ് മാജിക് റിയലിസം എന്ന് പറയാം. So magic realism, and his one of the most popular work is Midnight's Children. Midnight's Children the charactersum, themesum, quotesum ഒക്കെ ചോദിക്കാറുണ്ട്. So please don't skip that work at least. The satanic verses ഉണ്ട്, shame ഉണ്ട്. ഈ മൂന്ന് വർക്ക്സ് ഒന്നും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. And also imaginary homelands, it's an essay. ആൻഡ് മിഡ് നൈറ്റ് ചിൽഡ്രനിലുള്ള ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഗ്രോത്ത്, എത്രത്തോളം സർക്കാസം യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം മിത്തോളജീസ് ഉണ്ട്, മിത്തോളജി പ്രസന്റ് ചെയ്തിട്ടല്ലേ മിഡ് നൈറ്റ് ചിൽഡ്രൻ പോകുന്നത്.
സോ അതൊക്കെ നോക്കണം. ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ, ഹിസ്റ്റോറി മിത്തോളജി എന്നൊക്കെ മെറ്റാഫിക്ഷൻ, ഫിക്ഷൻ വിത്തിൻ എ ഫിക്ഷൻ അല്ലെങ്കിൽ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി is presented within Midnight Children. And fragmented history, fragmentationലാണ് മെയിൻലി പാർട്ടീഷൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് അറ്റ് ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രം കൊളോണിയൽ ഹാൻഡ്സ്, ഇന്ത്യന്റെ ഇൻഡിപെൻഡൻസ് ടൈമിൽ എഴുതിയിട്ടുള്ള അതിനെ ട്രാക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ കുറെ ഹിസ്റ്ററി, ഇന്ത്യന്റെ ഹിസ്റ്ററി നാഷണൽ പോളിറ്റിക്സുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്, നാഷണൽ ഹിസ്റ്ററി ആയിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. സോ നാഷണൽ ഹിസ്റ്ററി പഠിക്കാനൊക്കെ മിഡ് നൈറ്റ് ചിൽഡ്രനെ യൂസ് ചെയ്യാം ടൂളായിട്ട്. സോ ദാറ്റ്സ് വൈ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ ആൻഡ് ഫ്രാഗ്മെന്റഡ് ഹിസ്റ്ററി. ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്, ഫ്രാഗ്മെന്റേഷൻ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ, പോസ്റ്റ് മോഡേൺ ഏജിന്റെ ഒരു മേജർ ഫാക്ടർ ആണ്, മേജർ ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ഓൾസോ മെറ്റാഫിക്ഷൻ. ഓക്കെ. Then goes Anita Desai. Anita Desai's Cry the Peacock. Repeatedly, വരാറുള്ളൊരു റൈറ്റിംഗ് Cry the Peacock. Okay, Cry the Peacock by Anita Desai. Anita Desai's ഒരു her daughter is also famous. The Inheritance of Laws എഴുതിയിട്ടുള്ളൊരു റൈറ്റർ ആണ്. Do you remember? Anita Desai's daughter. Anita Desai's മകൾ. She is also a famous Indian writer. Who is that? Do you know? It is Kiran Desai. Okay, Kiran Desai. She is famous for her work, The Inheritance of Laws. So, Anita Desai's ഈ വർക്ക്സ് ഫയർ ഓൺ ദ മൗണ്ടൻ, ക്രൈ ദ പീക്കോക്ക് ആണ് ഇമ്പോർട്ടന്റ്. ക്രൊണോളജിയും ചോദിക്കാറുണ്ട്. ക്രൈ ദ പീക്കോക്ക് അറ്റ്ലീസ്റ്റ് ഹാവ് എ തറോ അണ്ടർസ്റ്റാൻഡിങ്. സൈക്കോളജിക്കൽ റിയലിസം ആണ് പ്രസന്റ് ചെയ്യാറ്. ഇന്നർ തോട്ട്സ്, ഒരു ക്യാരക്ടറിന്റെ സൈക്കിയിലൂടെ ട്രാവൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ റെപ്രസെന്റേഷൻ ആണ് കാണാറ്. ആൻഡ് സൈലൻസ് ചെയ്യപ്പെട്ടില്ല, വോയിസ് ഔട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറിന്റെ സബ്ജുഗേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ വോയിസ് ആയിട്ട് മാറുന്ന ലിറ്റററി വർക്ക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then the another one, Arundhati Roy, the most famous, the Booker Prize winner. Arundhati Roy, the god of small things. ഇയേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. അരുന്ധതി റോയ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇയേഴ്സ് ഇമ്പോർട്ടന്റ്. അരുന്ധതി റോയിന്റെ ഒരു റീസെന്റ് വർക്ക് ഉണ്ട്, മദർ മേരി. Mother Mary comes to you. So Arundhati Roy's works ഒക്കെ you should be very much thorough. Okay, ഇതിലത്തെ ക്യാരക്ടേഴ്സ് വെളുത്ത ആ ട്വിൻസിന്റെ കഥ ഒക്കെ യു ഹാവ് ടു. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഒക്കെ നമുക്ക് ഒരു 2-3 hours ഒന്നല്ല, എത്ര വേണമെങ്കിലും പറഞ്ഞിരിക്കാൻ പറ്റുന്ന അത്രത്തോളം പ്ലോട്ട് റിച്ച് ആണ്, കോണ്ടന്റ് റിച്ച് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പൊ അതിലുള്ള കുറെ ഫ്രാഗ്മെന്റഡ് നെറേറ്റീവ്സ് ഉണ്ട്, കുറെ പൊളിറ്റിക്കൽ പ്രോബ്ലംസ്, കാസ്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ, ജെൻഡർ ബേസ്ഡ് ആയിക്കോട്ടെ, ഡിസ്ക്രിമിനേഷൻസ്, എക്സ്പ്ലോയിറ്റേഷൻസിനൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് എ മോർ ഓഫ് എ നോൺ ഫിക്ഷൻ വേയിൽ എഴുതിയിട്ടുള്ളതാണ്. ലൈക്ക് നാഷണൽ പോളിറ്റിക്സിനെ പ്രസന്റ് ചെയ്ത്, നാഷണൽ പോളിറ്റിക്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തതാണ് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. നോൺ ലീനിയർ നറേഷൻ ആണ്. അത് നിങ്ങൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അരുന്ധതി റോയിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നോൺ ലീനിയർ നറേഷൻ ആണ്. at the same time flashbacks ഉണ്ടാവും, സെയിം ടൈം ഡിഫറെന്റ് ടൈം ലൈൻസിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. കാസ്റ്റിസം, മേജർ തീം, ജെൻഡർ, പൊളിറ്റിക്കൽ ഡിസെന്റ് നിങ്ങൾ വെളുത്തന്റെ ആ ഒരു റിഫോർമേഷൻ ആക്ടിലൊക്കെ പ്രസന്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സിൽ നാഷണൽ പൊളിറ്റിക്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കുറെ കോണ്ടന്റ്സ് ഉണ്ട്. Then goes Amitav Ghosh. Amitav Ghosh എന്ന് പറഞ്ഞാൽ ഡയസ്പോറിക് ലിറ്ററേച്ചറിൽ ഒരു മേജർ ഫിഗർ ആണ് Amitav Ghosh. ആൻഡ് പാർട്ടീഷൻ റൈറ്റിംഗ് കുറെ എഴുതിയിട്ടുണ്ട്. മൈഗ്രേഷൻ മെമ്മറീസ്, ഈ ബോർഡേഴ്സ്, കോസ്മോപോളിറ്റനിസം ഐഡിയോളജി കുറെ പ്രസന്റ് ചെയ്തിട്ടുള്ള ആളാണ്. ബോർഡേഴ്സ്, ഇംപീരിയൽ ഹിസ്റ്ററി. അപ്പം ദ ഷാഡോ ലൈൻസ് കുറെ ട്രിലോജി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ട്രിലോജി എഴുതിയിട്ടുണ്ട്. സി ഓഫ് പോപ്പീസ് ഒക്കെ ട്രിലോജി ബേസ്ഡ് ആയിട്ട്. ഗ്ലാസ് പാലസ് ഉണ്ട്, ഷാഡോ ലൈൻസ് ഉണ്ട്, കൽക്കട്ട ക്രോമസോം എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ എക്കോളജിക്കൽ കൺസേൺ, എൻവയോൺമെന്റൽ കൺസേൺസും പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ ആണ് അമിതാഭ് ഘോഷ്. അമിതാഭ് ഘോഷിന്റെ ദ ഗ്രേറ്റ് ഡിറേഞ്ച്മെന്റ് ഉണ്ട്. ഹി പ്രസൻസ് ബ്ലൂ ഹ്യൂമാനിറ്റീസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ കൺസേൺസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. So mainly he is concerned about partition. The shadow lines
പാർട്ടീഷൻ കാരണം ബംഗ്ലാദേശ്, ധാക്ക, അവിടെ ആയിരുന്ന ഈ ഒരു പ്രൊട്ടാഗണിസ്റ്റ് അനോണിമസ് നെറേറ്റർ ആണ്. അനോണിമസ് പ്രൊട്ടാഗണിസ്റ്റിന്റെ ഫാമിലി എങ്ങനെ സ്പ്ലിറ്റ് ആവുന്നു. ആ, 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 താമ എന്ന് പറഞ്ഞൊരു ഗ്രാൻഡ് മദർ ഉണ്ട്. ട്രിഡബ്, ഇല, അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഷാഡോ ലൈൻസിലത്തെ ക്യാരക്ടർ അനാലിസിസും തീംസും ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ. So borders, migration, memory, imperial history are the major concerns of a myth of course. Then goes Jhumpa Lahiri. Jhumpa Lahiri we have already studied. American diasporic writings ൽ നമ്മൾ പ്രസന്റ് ഇന്ത്യൻ diasporic writing ൽ അമേരിക്കയിൽ എഴുതിയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Jhumpa Lahiri, interpreter of maladies, the namesake. The namesake movie ആക്കിയിട്ടുണ്ട്. Namesake. It's a very beautifully written work. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇർഫാൻ ഖാനും തബുവും ആക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ദ നെയിം സേക്ക്. ഇറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം ജുംപ ലഹരീസ് ദ നെയിം സേക്ക്, അൺഅക്കസ്റ്റംഡ് എർത്ത്. ഈ 3 വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആയില്ല, ഇത് റിപ്പീറ്റഡ്ലി നെറ്റിൽ കാണാറുള്ള 3 വേർഡ്സ് ആണ്. ഇന്റർപ്രിറ്റർ ഓഫ് മാലഡീസ്, ദ നെയിം സേക്ക്, അൺഅക്കസ്റ്റംഡ് എർത്ത്. ഡയസ്പോറിക് ലിറ്ററേച്ചറിൽ ഒരു മേജർ ഫിഗർ ആണ് ജുംപ ലഹരി, അമിതാവ് ഘോഷ്. ഓക്കെ. നൊസ്റ്റാൾജിയ, കൾച്ചറൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ബിലോങ്ങിങ് ഇഷ്യൂസ്, എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന കുറെ റൈറ്റിംഗ്സ് ജുംപ ലഹരിന്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ, അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മേജർ ആയിട്ട് ഈ ഇൻഡിപെൻഡൻസിനെക്കാളും ബ്രിട്ടീഷ് കൊളോണീസിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനേക്കാളും ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറെ തീംസ് പാർട്ടീഷൻ, റോഹിൻടൺ മിസ്ട്രീന്റെ ഫൈൻ ബാലൻസ് ഒക്കെ പാർട്ടീഷന്റെ ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ. ഖുഷ്വന്ത് സിംഗിൻ്റെതുണ്ട്, ട്രെയിൻ ടു പാകിസ്ഥാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഐ ഗെസ്. എമർജൻസി, ഗ്ലോബൽ ഇന്ത്യൻ ഡയസ്പോറ, ഇതൊക്കെയാണ് മേജർ ഹിസ്റ്റോറിക്കൽ കൺസേൺസ്. So next it is African literature. African literature കുറേ റൈറ്റേഴ്സിനെ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം ഡിസംബറിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ 2024 ജൂൺ എക്സാമില് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന് ചോദിച്ചതിനേക്കാളും ആഫ്രിക്കൻ ലിറ്ററേച്ചറിന് അമേരിക്കൻ ലിറ്ററേച്ചറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ബിറ്റ് ഓഫ് എ സെറ്റ് ബാക്ക് ഫോർ ദോസ് പീപ്പിൾ ഹു ജസ്റ്റ് വെന്റ് there just studying ബ്രിട്ടീഷ് ലിറ്ററേച്ചർ മാത്രം പഠിച്ചു പോയ ആൾക്കാർക്ക് അത് സെറ്റ് ബാക്ക് ആയി മാറിയിട്ടുണ്ടായിരുന്നു ജൂണിലെ എക്സാം. ഓക്കെ. ലാസ്റ്റ് ഇയർ ജൂൺസ് 2024. African literature shaped by colonial disruption, oral tradition, cultural recovery. ആഫ്രിക്കൻ ലിറ്ററേച്ചറിലെ മേജർ കൺസേൺസ്, അവർക്ക് കുറെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവർ കുറെ ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ട്രൈബൽ എത്തനിക് കമ്മ്യൂണിറ്റീസ് ഉണ്ട് കുറെ. ഇവരുടെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇവർ ഓറലി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. വാമൊഴിയായി കൈമാറിയിട്ടുള്ള കുറെ വർക്ക്സ്, അതായത് കുറെ ലിറ്റററി ഫോംസ് ആണ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇംഗ്ലീഷ് വന്നപ്പം ഇവർക്ക് അതിന് കുറച്ചും കൂടി റെപ്രസെന്റേഷൻ പ്ലാറ്റ്ഫോം കിട്ടി. ഈ ഓറൽ ട്രഡീഷൻസിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ നേറ്റീവ് കമ്മ്യൂണിറ്റീസിന്റെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസിനെയും ക്യാരക്ടറിസ്റ്റിക്സിനെയും, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ ട്രഡീഷൻസ് ആയിട്ടുള്ള, എന്തൊക്കെ കസ്റ്റംസ് ആയിട്ടുള്ള, എന്തൊക്കെ റിച്വൽസ് അവർ പെർഫോം ചെയ്യുക, ഇതൊക്കെ അവർക്ക് ഇംഗ്ലീഷിലൂടെ പ്രസന്റ് ചെയ്യാൻ പറ്റി. ചിനുവ എച്ചിത് വെരി ഇഗ്ബോ കമ്മ്യൂണിറ്റീനെ പ്രസന്റ് ചെയ്യുന്നുണ്ട് തിങ്സ് ഫോൾ അപ്പാർട്ടില്. ആൻഡ് ലോട്ട് ഓഫ് ആഫ്രിക്കൻ റൈറ്റേഴ്സ് പ്രസൻസ് ദീസ് റൈറ്റിംഗ്സ് അവരുടെ നേറ്റീവ് കമ്മ്യൂണിറ്റീസിൽ ഹാപ്പൻ ചെയ്യുന്ന കുറെ റിച്വൽസിനെയൊക്കെ കസ്റ്റംസിനെയൊക്കെ പ്രസന്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ആഫ്രിക്കൻ റൈറ്റിംഗ്സ് നോക്കിയാൽ നിങ്ങൾ കുറച്ചൊന്ന് കഷ്ടപ്പെടും, നിങ്ങൾക്ക് റിലേറ്റബിൾ അല്ലാത്ത കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. തിങ്സ് ഫോൾ അപ്പാർട്ടിലല്ലേ നിങ്ങൾക്ക് നെയിംസ് തന്നെ കൺഫ്യൂസിങ് ആയിരിക്കും. അവർ ചെയ്യുന്ന കുറെ റിച്വൽസ് ഉണ്ട്, കുറെ ട്രഡീഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇറ്റ് ഈസ് ഡിസ്റ്റന്റ് ടു അസ്. പക്ഷെ ഇംഗ്ലീഷിൽ ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, നമുക്കും അതിന് ആക്സസ് കിട്ടി. ഓക്കെ, ഈ കമ്മ്യൂണിറ്റീസിൽ ഇങ്ങനെയൊക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്, നമുക്ക് അവയർനെസ് കിട്ടി. സോ ദാറ്റ്സ് വൈ ആഫ്രിക്കൻ ലിറ്ററേച്ചർ അവരുടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ നടക്കുന്ന കാര്യങ്ങൾ കുറെ പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. ഒരു ജനറൽ ഗ്ലോബൽ വേൾഡിലുള്ള ഇഷ്യൂസിനേക്കാളും പുറമെ അവരെ കൂടുതൽ അവരുടെ ട്രൈബൽ റെപ്രസെന്റേഷനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ടാണ് ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുറെ കൾച്ചറൽ ബൈൻഡിങ്സ്, കൾച്ചർ, കസ്റ്റം, റിച്വൽസ്, ട്രഡീഷൻസ് ഒക്കെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും.
സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് ഒറേച്ചർ. ഞാൻ പറഞ്ഞു ഫോക്ക് ടെയിൽസ്, പ്രോവേർബ്സ്, അവരുടെ റിച്വൽ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റും ഫോക്ക് ടെയിൽസ് എന്നൊക്കെ. ഫോക്കസ് ഓൺ ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി. ഒറേച്ചർ കൂടുതൽ കാണുന്ന ഒരു ലിറ്ററേച്ചർ ഏരിയ എന്ന് ചോദിച്ചാൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആണ്. ഓക്കെ. Then goes focus on tradition versus modernity, nationhood, language, politics ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. So let's move on to the major works and major writers. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകൂഗി അച്ചീബെ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ചിനുവ അച്ചീബെ പറഞ്ഞത് ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാം അവരുടെ നേറ്റീവ് കാര്യങ്ങൾ, പക്ഷെ ഇൻകൂഗി പറഞ്ഞിട്ടുള്ളത് ഡിക്കോളനൈസിങ് ദ മൈൻഡ് എന്നുള്ളൊരു വർക്കിൽ എസ്പെഷ്യലി പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് നമുക്ക് കംപ്ലീറ്റ്ലി വേണ്ട, നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജിൽ എഴുതിയാൽ മതി എന്നാണ് എൻഗോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ചിനുവ അച്ചീബിന്റെ വർക്ക്സ് ഏതൊക്കെയാ? തിങ്സ് ഫോൾ അപ്പാർട്ട് ഇസ് എ മസ്റ്റ് റീഡ്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇയർ നോക്കി വെക്കുക, അതിലത്തെ ക്യാരക്ടേഴ്സിനെ നോക്കി വെക്കുക, അതിലത്തെ തീംസ് നോക്കി വെക്കുക. ദെൻ ഗോസ് ആരോ ഓഫ് ഗോഡ്, നോ ലോങ്ങർ അറ്റ് ഈസ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്നു ആക്ച്വലി തിങ്സ് ഫോൾ അപ്പാർട്ട് അത് മാത്രം പഠിച്ചാലായെന്ന് വിചാരിക്കരുത്, അവിടെ മൈനർ റൈറ്റിംഗ്സും കൂടി നോക്കുക. ആർ ഓഫ് ഗോഡ് ഒന്ന് മൈനർ റൈറ്റിംഗ്സ് അല്ലാട്ടോ, നെറ്റിൽ ചോദിച്ചിട്ടുള്ള വർക്കാണ്. ആർ ഓഫ് ഗോഡ് ഉണ്ട്, നോ ലോങ്ങർ ഇറ്റ് ഈസ് ഉണ്ട്, തിങ്സ് ഫോൾ അപ്പാർട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള കുറേ വർക്ക്സ് തന്നിട്ട് ഏതൊക്കെ ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ അല്ലാത്ത വർക്ക് സ്പോട്ട് ചെയ്യാൻ പറയും, ചൂസ് ചെയ്യാൻ പറയും. സോ നിങ്ങൾ റൈറ്റേഴ്സിനെ മാത്രം അസോസിയേറ്റ് ചെയ്ത് പഠിക്കരുത്, വർക്ക്സും കൂടി യു ഷുഡ് ബി ഫാമിലിയർ വിത്ത്. ഓക്കെ. ചിനുവ അച്ചീബി കൂടുതലായിട്ട് ഇഗ്ബോ കമ്മ്യൂണിറ്റിന്റെ റിച്വൽസും അവരുടെ ട്രഡീഷൻസ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഗ്ബോ കമ്മ്യൂണിറ്റി. ഓക്കെ. അപ്പൊ ചിനുവ അച്ചീബിന്റെ റൈറ്റിംഗ്സിൽ കൂടുതൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ഏതാ? ഇഗ്ബോ കമ്മ്യൂണിറ്റി. സോ റീറൈറ്റിംഗ് കൊളോണിയലിസം, അതായത് കൊളോണിയൽ പവേഴ്സ് ആഫ്രിക്കൻ എത്രത്തോളം ഒരു ഇൻഫീരിയർ, സബ്ജുഗേറ്റഡ്, സബോർഡിനേറ്റ് ചെയ്യപ്പെട്ട ആഫ്രിക്കൻക്ക് അവരൊരു പോവേർട്ടി റിഡൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, അവർക്ക് അത്ര ഡെവലപ്മെന്റ് ഇല്ല, അവരൊരു നമ്മൾ സൈഡ് ലൈൻ ചെയ്യപ്പെടേണ്ട കൺട്രി എന്നൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള നെറേറ്റീവ്സ് ഉണ്ടായിരുന്നു ആഫ്രിക്കനെ പറ്റിയിട്ടുള്ള. അതിനൊക്കെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിനുവ അച്ചീബി. സോ ചിനുവ അച്ചീബി ഈസ് എ പ്രൈമറി ഫിഗർ ഇൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ. എന്ന് പറയുമ്പോൾ ചിനുവ അച്ചീബി ഈസ് എ മേജർ ലിറ്റററി ഫിഗർ. ഓക്കെ. എൻഗോഗി വാത്തിയാങ്കോ. എൻഗോഗി ഇപ്പൊ കുറച്ച് മുന്നേയും ചോദിക്കാറുണ്ട്, ഇപ്പൊ കുറച്ച് അധികമായിട്ട് ചോദിക്കുന്നത് കാണാറുണ്ട്. ഇൻഗോഗിന്റെ ഡീകോളനൈസിങ് ദ മൈൻഡ് ഇപ്പൊ ലാസ്റ്റത്തെ 2 നെറ്റ് എക്സാമിലും ഈ ജൂണിലില്ലായിരുന്നു തോന്നുന്നു, ജൂണിൽ ഉണ്ടായിരുന്നു. അതായത് മെയിൻലി ലാസ്റ്റ് 2024 ജൂൺ എക്സാമിൽ എൻഗൂഗി കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസിൽ. ഓക്കെ. സോ എൻഗൂഗി വാത്തിയാങ്കോ, ഇതാണ് പ്രശ്നം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ നിങ്ങൾ പ്രൈമറി ഫിഗേഴ്സിനെ മാത്രം പഠിച്ചു പോകും, ചിനുവ അച്ചൂബിനെ മാത്രം പഠിച്ചു പോകും. അപ്പം നിങ്ങൾ ബാക്കിയുള്ള റൈറ്റേഴ്സിനെ കൂടി നോക്കണം. ഞാനിപ്പോൾ നെറ്റിൽ വന്നിട്ടുള്ള റൈറ്റേഴ്സിനെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്, കുറച്ച് അല്ലാതെയും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഹാവ് എ ഡീപ്പർ അനാലിസിസ്, ഇതിൽ നിങ്ങൾ ഡീപ്പർ സ്റ്റഡി നടത്താം. സോ ഇൻഗോഗി വാത്തിയോങ്ങിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ഡീകോളനൈസിങ് ദ മൈൻഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ നേറ്റീവ് ലാംഗ്വേജിനെ റെപ്രസെന്റ് ചെയ്യുക, നമ്മളുടെ ഉള്ളിലുള്ള കൊളോണിയൽ ബൈൻഡിങ്സിനെ എടുത്ത് പുറത്തിടുക, എന്നിട്ട് നമ്മളുടെ ഇൻഡിജീനിയസ് ഹിസ്റ്ററിയിൽ റൂട്ട് ചെയ്തിട്ട് നമ്മളുടെ കൾച്ചറിനെ പ്രോസ്പെർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ബാക്കിയുള്ളവരുടെ നിങ്ങൾ വെസ്റ്റേണൈസേഷന് പോവരുത്. വെസ്റ്റേൺ ഐഡിയൽസ് ആണ് ബെസ്റ്റ് ഐഡിയൽസ്. വെസ്റ്റേൺ കാര്യങ്ങൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ഡെവലപ്ഡ്, നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ആവും, നമ്മളൊരു ഓക്കെ ദാറ്റ് പേഴ്സൺ ഇസ് എ സഫിസ്റ്റിക്കേറ്റഡ് പേഴ്സൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ് ഡീകോളനൈസിങ് ദ മൈൻഡ്. പ്ലീസ് ഹാവ് എ ലുക്ക് ഓൺ ദിസ് അനാലിസിസ് ഓഫ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഡീകോളനൈസിങ് ദ മൈൻഡ്. ഓക്കെ. So language as culture, rejection of English. ഇൻഗോഗി വാത്തിയാങ്കോ ആണ് റിജക്ഷൻ ഓഫ് ഇംഗ്ലീഷ് കോൺസെപ്റ്റ് റേസ് ചെയ്തിട്ടുള്ളത് ഇൻ ഡീകോളനൈസിങ് ദ മൈൻഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ വോളി സോയിങ്ക ഡെത്ത് ആൻഡ് ദ കിങ്സ് ഹൗസ്മെന്റിൽ നമുക്ക് കുറെ കൾച്ചറൽ പ്രാക്ടീസും റിച്വൽ ട്രാജഡീസും ഒക്കെ കാണാം. ഏത് കൾച്ചറിനെയാണ് കൂടുതൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? യൊറൂബ കൾച്ചറിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ലയൺ ആൻഡ് ദ ജുവൽ, ഡാൻസ് ഓഫ് ദ ഫോറസ്റ്റ്, കുറേ റിച്വൽസ്, ട്രഡീഷൻസ്, കസ്റ്റംസ് ഒക്കെ വോളെ സോയിങ്കന്റെ വർക്ക്സിൽ, ദ റോഡ് ഓൾസോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. ഞാൻ ചിമവാണ്ട എങ്കോസി അടിച്ചിന്റെ വർക്കാണ് ഹാഫ് ഓഫ് എ യെല്ലോ സൺ. ആഫ്രിക്കൻ ഫെമിനിസ്റ്റ് റൈറ്റിങ്ങിലത്തെ ഒരു മേജർ ഫിഗർ കൂടിയാണ് കേട്ടോ ചിമമാണ്ട എങ്കോസി അടിച്ചി.
Then half of a yellow sun and a purple hibiscus in the Americana. You also could be familiar with Afrin War, Biafran War, ഒരു മേജർ തീമായിട്ട് വരാറുണ്ട്. പോസ്റ്റ് കോളോണിയൽ നൈജീരിയനെ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്. ചിനുവ അച്ചിബി ഇഗ്ബോ കൾച്ചറാണ് കൂടുതൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇഗ്ബോ കമ്മ്യൂണിറ്റി. വോളെ സോയിങ്ക യൊറുബ കൾച്ചറിനെ പ്രസന്റ് ചെയ്തു. ചിമമാൻഡ ngozi അഡിച്ചിന്റെ ഒരു റൈറ്റിംഗ് നമുക്ക് പോസ്റ്റ് കോളോണിയൽ നൈജീരിയനാണ് കൂടുതൽ സ്പോട്ട് ചെയ്യാൻ പറ്റുക. എമ അറ്റ് ഐ ഡു ചോദിക്കാറുണ്ട്, ക്രൊണോളജിയിൽ വരാറുണ്ട്. ആഫ്രിക്കൻ ഫെമിനിസം പാട്രിയാർക്കിനൊക്കെ ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള കുറെ റൈറ്റിംഗ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണിത്. ഓക്കെ, അപ്പോൾ ആഫ്രിക്കൻ ലിറ്ററേച്ചറിലുള്ള മേജർ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ഏതൊക്കെയാ? സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക. സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക മീൻസ് ആഫ്രിക്കന്റെ മേജർ കോൺസെപ്റ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊളോണിയലിസം കാരണം അവർക്ക് ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസ്, ആഫ്രിക്ക വാർ, അല്ലെങ്കിൽ ഇവർക്ക് കുറെ സ്ലേവറി റിഡൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ആഫ്രിക്ക. സ്ലേവറി വാസ് അറ്റ് ഇറ്റ്സ് പ്രൊമിനൻസ്. അപ്പം ആഫ്രിക്കനെ ഒരു സൈഡ് ലൈൻ ഭയങ്കര, ഇപ്പൊ നമ്മള് ഈസ്റ്റേൺ പീപ്പിളിന്, ഈസ്റ്റ് കൺട്രീസിന്, ഇന്ത്യയിലൊക്കെ ഉള്ള സ്ലേവറി കാസ്റ്റ് ഓപ്പറേഷനേക്കാളൊക്കെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ആഫ്രിക്ക എപ്പോഴും സൈഡ് ലൈൻ ആയി പോവാറുണ്ടായിരുന്നു. സോ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് റെസൊല്യൂഷൻ വേണ്ട, നിയോ കൊളോണിയലിസം, ഇതൊക്കെ വാസ് എ മേജർ തീം ഇൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ. ഓക്കെ, next goes Caribbean literature. Caribbean literature too much. African literature Caribbean literature major difference എന്താന്ന് വെച്ചാൽ ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ട്രൈബൽ കൾച്ചർ, ട്രൈബൽ റിച്വൽസ് ആൻഡ് കസ്റ്റംസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ കുറച്ചും കൂടി ഒപ്രഷൻ കുറച്ചും കൂടി ഡോമിനന്റ് ആയിരിക്കും, കുറച്ചും കൂടി ഇന്റൻസിറ്റിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. സ്ലേവറി കൂടുതൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത് കരീബിയൻ ലിറ്ററേച്ചർ ആണ് ദാൻ ദാറ്റ് ഓഫ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ. ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ ചിനുവ അച്ചീബ് ഒക്കെ കൂടുതൽ സ്ലേവറി പ്രസന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരുടെ കമ്മ്യൂണിറ്റി റെപ്രസെന്റേഷൻ കൂടുതൽ ചെയ്തിട്ടുണ്ട്. പ്ലാന്റേഷൻ എക്കോണമി കരീബിയൻ ലിറ്ററേച്ചർ ആണ് കേട്ടോ പ്ലാന്റേഷൻ എക്കോണമിയിൽ റൂട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ടു അതർ കൺട്രീസ്, സ്ലേവറി കാരണമായിട്ട് കടത്തി അയക്കപ്പെടുന്നതുണ്ട്. ഐഡന്റിറ്റി മാർക്ക് ബൈ എക്സൈൽ, റൂട്ട്ലെസ്നെസ്, കൾച്ചറൽ ഹൈബ്രിഡിറ്റി. കരീബിയൻ ലിറ്ററേച്ചറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവര് എക്സൈൽ ആയിട്ടുള്ള, കടത്തി അയക്കപ്പെട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. സ്ലേവറി കാരണം പല സ്ഥലത്തേക്ക് ഈ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരുടെ അണ്ടറിൽ സ്ലേവ്സ് ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ റൂട്ട്ലെസ്നെസ്, ഏലിയനേഷൻ, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, കൾച്ചറൽ ഷോക്ക്, ഇതൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കരീബിയൻ ലിറ്ററേച്ചറിൽ. കരീബിയൻ ലിറ്ററേച്ചറിന്റെ ഒരു മേജർ ഫിഗർ ആണ്, കരീബിയൻ ഐഡന്റിറ്റി, കരീബിയൻ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു മേജർ റൈറ്റർ ആണ് ഡെറിക് വാൾക്കോട്ട്. ഓക്കെ, ഡെറിക് വാൾക്കോട്ടിന്റെ പോയിന്റ്സ് നിങ്ങൾ ഐ തിങ്ക് യു വിൽ ബി ഫെമിലിയർ വിത്ത്. ഡെറിക് വാൾക്കോട്ട് ആണ് കരീബിയൻ ക്ലാസിക്കൽ റീറൈറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു മേജർ ഓഥർ, ഡെറിക് വാൾക്കോട്ട്. സോ ഏതൊക്കെ റൈറ്റേഴ്സ് ഏതൊക്കെ കാറ്റഗറീസിലാണ് വരുന്നത് നോക്കണം. നമ്മൾ നേരത്തെ ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ പഠിച്ചത് ചിനുവ അച്ചീബ് ഉണ്ട്, എൻഗുഗി വത്തിയാങ്കോ ഉണ്ട്, then goes അഡിച്ചി ഉണ്ട്, വോളെ സോയിങ്ക ഉണ്ട്. ഇനി കരീബിയൻ ലിറ്ററേച്ചറിലോട്ട് വരുമ്പോൾ മേജർ പ്രൈമറി ഫിഗർ ഇസ് ഡെറിക് വാൾക്കോട്ട്. ഓക്കെ, ഡെറിക് വാൾക്കോട്ടിന്റെ ഈ വർക്ക്സ് പ്ലീസ് ബി ഫാമിലിയർ വിത്ത്. കരീബിയൻ ക്ലാസിക്കൽ റീറൈറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു മേജർ ഫിഗർ ആണ്. ഓക്കെ, then goes Jean Rice. Jean Rice creolization, creole writings, creolization connected ആയിട്ടുള്ള റൈറ്റർ ആണ് ജീൻ റൈസ്. അതിൽ വൈറ്റ് സെർഗാസോ സി നെറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് വൈറ്റ് സെർഗാസോ സി. ബർത്ത മേസൺ, അതായത് ജെയിൻ നായർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ജെയിൻ നായർ ബൈ ഷാർലോട്ട് ബ്രോണ്ടെ. അപ്പൊ ബ്രോണ്ടെ എഴുതിയിട്ടുള്ള ജെയിൻ നായറിന്റെ ആ ഒരു മാഡ് വിമൻ ഇൻ ദ ആറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ബെത്ത മേസൺ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിനെ സെൻട്രൽ ഫിഗർ ആക്കിയിട്ട്
അവരുടെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന സ്റ്റോറി ആക്കിയിട്ടാണ് വൈഡ് സർഗാസോ സി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇറ്റ്സ് എ റീടെല്ലിംഗ് ഓഫ് ജെയിൻ നായർ ഇൻ എ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റ് വേ. പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവില് ജെയിൻ നായറിന്റെ ഒരു റീടെല്ലിംഗ് ഓഫ് ദ സ്റ്റോറി അല്ലെങ്കിൽ റീ റൈറ്റിംഗ് ഓഫ് ദ സ്റ്റോറി, ഗിവിംഗ് ദ പ്രൊമിനൻസ് ടു ഓർ മേക്കിംഗ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഈ ജെയിൻ നായർ നെഗ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് മേജർ ഫിഗർ ആക്കിയിട്ട് ഇതില് അവിടുന്ന് അപ്രൂട്ട് ചെയ്ത് ഇവിടെ പ്രൊമിനൻസും സ്റ്റാർഡമും ലൈം ലൈറ്റിലോട്ട് കൊണ്ടുവരാണ് വൈഡ് സർഗാസോ സീല് ചെയ്യുന്നത്. Then Voyage in the Dark, Good Morning Midnight, Good Morning Midnight, these are all the works of Jane Rice. Okay. Then goes V.S. Naipaul. V.S. Naipaul നമ്മൾ ഇന്ത്യൻ ഇതിലും വായിക്കാറുണ്ട് അല്ലെ. A House for Mr. Biswas. ഒറിജിൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. പക്ഷെ കരീബിയൻ ലിറ്ററേച്ചറിലാണ് വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഒറിജിൻസും ഉള്ളത് കൊണ്ട് Indianism we can say. So V.S. Naipaul, A House for Mr. Biswas is a major writing. The Mimic Men, Miguel Street in the Mimic ചെയ്തിട്ടുള്ള കുറെ V.S. നൈപ്പോളിന്റെ മേജർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പെക്യൂരിയാരിറ്റി എന്ന് പറഞ്ഞാൽ മിമിക്കിങ് അല്ലെങ്കിൽ മിമിക്രി അല്ലെങ്കിൽ പ്രസന്റിങ് കൊളോണിയൽ എക്സിസ്റ്റൻഷ്യലിസം, കൊളോണിയൽ ബിലോങ്ങിങ്, മൈഗ്രേഷൻ, ഇതൊക്കെ പ്രസന്റ് ചെയ്യാറുണ്ട് V.S. നൈപ്പോളിന്റെ സ്റ്റോറീസിൽ. Then goes George Lamming. George Lamming, when compared to the other writers, is a bit of a minor writer, but please be familiar with him. Okay. In The Castle of My Skin, The Emigrants, George Lamming in The Emigrants work you should be familiar with. Okay. Deep ആയിട്ട് പഠിക്കേണ്ട. ജോർജ് ലാമിങ് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ദിസ് പേഴ്സൺ എക്സിസ്റ്റ്. കൊളോണിയൽ എഡ്യൂക്കേഷൻ, ഐഡന്റിറ്റി വേക്കിംഗ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ കരീബിയൻ ലിറ്ററേച്ചറിന്റെ മേജർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാ? ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിന് പ്രൊമിനൻസ് കൊടുത്തിട്ടുള്ള ഒരു ഇതായിരുന്നു. പ്ലാന്റേഷൻ സ്ലേവറി, ക്രിയോൾ കൾച്ചേഴ്സ്, ഈ മൂന്നും പ്ലീസ് ബി ഫാമിലി. ട്രാൻസ് സ്ലേവ് ട്രേഡ്, പ്ലാന്റേഷൻ സ്ലേവറി, ക്രിയോൾ കൾച്ചേഴ്സ്. ക്രിയോൾ എന്ന് പറഞ്ഞാൽ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിയിലേക്ക് മിക്സ് അപ്പ് ആണ് ക്രിയോൾ കൾച്ചേഴ്സ്. ക്രിയോളൈസേഷൻ എന്ന് നമ്മൾ പറയും. നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കുന്നുണ്ട് ക്രിയോൾ. അപ്പം ഈ മൂന്നെണ്ണമാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കരീബിയൻ കൾച്ചർ. Then we are moving on to Canadian literature. ഞാൻ എല്ലാത്തിൻ്റെ ഒരു ബ്രീഫിംഗ് ആണ് ഇട്ട് തരുന്നത് ബിക്കോസ് അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. കരീബിയൻ ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ഇന്ത്യൻ ലിറ്ററേച്ചർ ആയിക്കോട്ടെ, കനേഡിയൻ ആയിക്കോട്ടെ, ഓസ്ട്രേലിയൻ ആയിക്കോട്ടെ, നിങ്ങൾ ലോട്ട് ഓഫ് അതർ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ബട്ട് ദീസ് ആർ ദ മേജർ പോയിന്റ്സ് ഐ എം ഗിവിംഗ് യു. മേജർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മേജർ peculiarities, major thematic concerns, major writers and writings that has been repeatedly presented or seen. We can നമുക്ക് സ്പോട്ട് ചെയ്യാൻ നെറ്റിൽ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന മേജർ റൈറ്റേഴ്സിനെയും റൈറ്റിംഗ്സിനെയും പ്രസന്റ് ചെയ്യുന്നത്. യു ഹാവ് ടു ഹാവ് എ ഡീപ്പ് അനാലിസിസ് ഓഫ് ദാറ്റ്. ഓക്കെ. നിങ്ങളിപ്പോൾ റിവിഷൻ മോഡിലാണെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് കണ്ടിന്യൂ. പ്ലീസ് ബി വെരി വൈവീഷ്യസ് ആയിട്ട്, വെരി എഫർവെസന്റ് ആയിട്ട്, വെരി ആക്റ്റീവ് ലേണർ ആയിരിക്കുക. ഇനി പാസീവ് ആയിരിക്കാൻ നമുക്ക് സമയമില്ല. ഇനി ലേസി ടൈംസ് ഒന്നും ഇല്ല. വി ഹാവ് ടു എല്ലാ മൂമെന്റും വി ഷുഡ് ബി keeping in order to study. Okay. Then goes Canadian literature, landscape as psychological, cultural and existential force. Canadian literature നിങ്ങൾ കരീബിയൻ ലിറ്ററേച്ചറിനും ആഫ്രിക്കൻ ലിറ്ററേച്ചറിനൊക്കെ വരുമ്പോൾ ഇവിടെ കുറച്ചും കൂടി സൈക്കോളജിക്കലാണ്. ഇവിടെ കുറച്ചും കൂടി മെന്റൽ ട്രോമാസ്, ആ ഒരു ക്യാരക്ടറിന്റെ മൈൻഡിലൂടെ ട്രാവൽ ചെയ്യുന്ന കുറെ റൈറ്റിംഗ്സ് നിങ്ങൾക്ക് കനേഡിയൻ ലിറ്ററേച്ചറിൽ സ്പോട്ട് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലംസ് കാരണം അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി, ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒത്തന്റിക് സെൽഫിന് വേണ്ടിയിട്ടുള്ള ഒരു ദ സെർച്ച് ഫോർ ദി ഒത്തന്റിക് സെൽഫ്, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ കനേഡിയൻ ലിറ്ററേച്ചറിലുള്ള തീംസ് സർവൈവൽ, ഐഡന്റിറ്റി, കൊളോണിയൽ ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങളിപ്പോ ഇത്ര നോക്കി, ഇത്ര ലിറ്ററേച്ചർ, ഇത്ര അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സിലൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു തെമാറ്റിക് കൺസേൺ ആണ് കൊളോണിയൽ ഡിസ്പ്ലേസ്മെന്റ്. ഈ കൊളോണിയൽ ഡിസ്പ്ലേസ്മെന്റും എക്സിസ്റ്റൻഷ്യലും ഒക്കെ മേജർ തീമാണ്. ഓക്കെ. Excuse me. Okay. So colonial displacement is a major concern. കാരണം എന്തായി? കൊളോണിയലിസം കാരണം അവർക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് പോലും they are questioning. ഈ കൊളോണിയലിസം കാരണം മൈഗ്രേഷൻ വന്നിട്ടുണ്ട്,
പാർട്ടീഷൻ വന്നിട്ടുണ്ട്. ആൻഡ് വീണ്ടും സബ്ജുഗേഷൻസ് വിത്തിൻ ക്ലാസ് ഡിവിഷൻസ് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ ലീവ് ചെയ്തിട്ടുള്ള ട്രോമ, ഐഡന്റിറ്റി ഇഷ്യൂസ്, ഏലിയനേഷൻ ഇഷ്യൂസ്, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. സിമിലർ ഗോത്ത് വിത്ത് സാമുവൽ ബെക്കറ്റ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു അബ്സേർഡിസം ഇല്ലേ, അല്ലെങ്കിൽ ഒരു നിഹിലിസം, അല്ലെങ്കിൽ ഒരു വെരി പെസിമിസ്റ്റിക് കൺസേൺ ഓഫ് ആർ ലൈഫ്. ലൈഫിന്റെ മീനിങ് എന്താ, നമ്മൾ ഹൂ ട്രൂലി വി ആർ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ റേസ് ചെയ്യുന്ന കുറെ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കനേഡിയൻ ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും. ഫെമിനിസം ഓൾസോ were discussed. Indigenous presence increasingly foreground. Indigenous communitiesനെയും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർഗരറ്റ് അറ്റ്വുഡ്. മാർഗരറ്റ് അറ്റ്വുഡിന്റെ ഒരു കൾട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഏതാ? മാർഗരറ്റ് അറ്റ്വുഡിന്റെ ഒരു കൾട്ട് ഫേവറേറ്റ് വർക്ക് ഏതാ? മാർഗരറ്റ് അറ്റ്വുഡ് സർഫേസിംഗ് ഉണ്ട്, ഓറിക്സ് ആൻഡ് ക്രേക്ക് ഉണ്ട്. പക്ഷെ കൾട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ദ ഹാൻഡ് മെയ്ഡ് സ്റ്റൈൽ ആണ് കേട്ടോ. ദ ഹാൻഡ് മെയ്ഡ് സ്റ്റൈൽ നിങ്ങൾ സമ്മറി, ക്യാരക്ടർ ഇതൊക്കെ പഠിച്ചിട്ട് ഹാവ് എ deeper analysis of that. Margaret Atwood in a major survival theory, surviving after an oppression, surviving after a exploitation, surviving after some traumatic event. സർവൈവൽ തിയറി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫെമിനിസ്റ്റ് ഡിസ്റ്റോപ്പിയ, ഒരു ഡിസ്റ്റോപ്പിയൻ ലാൻഡിൽ ഫെമിനിസം എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരു ഫെമിനിസ്റ്റ് ടേക്ക് ഓൺ ഡിസ്റ്റോപ്പിയൻ പാട്രിയാർക്കൽ ലാൻഡ്, ഇതൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് മാർഗരറ്റ് അറ്റ്വുഡ്. മാർഗരറ്റ് അറ്റ്വുഡിന്റെ ദ ഹാൻഡ് മെയ്ഡ് സ്റ്റൈൽ നമുക്ക് ഫെമിനിസ്റ്റ് റീഡിങ്ങിനും സൈക്കോളജിക്കൽ റീഡിങ്ങിനും ഒക്കെ we can make it a factor of that. Okay. Then goes Alice Munro. Alice Munro ഉണ്ട് Lives of Girls and Women. Alice Munro ഉണ്ട് Lives of Girls and Women, Dear Life. ഈ രണ്ട് വർക്ക്സ് നോക്കുക. അതർ വർക്ക്സ് ആർ ഓൾസോ ദേർ. ഈ ഒരു ഓതേഴ്സിന്റെ നെയിംസ് ഒക്കെ നിങ്ങൾ ഫെമിലറൈസ് ചെയ്യുക. മാർഗരറ്റ് അറ്റ്വുഡ്, ആലിസ് മുൺറോ, മൈക്കൽ ഒണ്ടായെ. ഒണ്ടായന്റെ വർക്കാണ് ദ ഇംഗ്ലീഷ് പേഷ്യന്റ്. ഇംഗ്ലീഷ് പേഷ്യന്റ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് പേഷ്യന്റ് കുറെ വാർ റിലേറ്റഡ് വർക്ക്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫ്രാഗ്മെന്റ് നറേഷൻ, മെമ്മറി, റണ്ണിങ് ഇൻ ദ ഫാമിലി, അനിൽസ് ഗോസ്റ്റ്, ഇതൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് മൈക്കൽ ഒണ്ടായെ. നെക്സ്റ്റ്, അതായത് കനേഡിയൻ ലിറ്ററേച്ചറിലാണ് മൈക്കൽ ഒണ്ടായെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വി ക്യാൻ സ്പോട്ട് ഇറ്റ് വൺ മോർ സ്പേസ്. ഒരു സ്പേസിലും കൂടി നിങ്ങൾക്ക് ഒണ്ടായനെ കാണാൻ പറ്റും. ലെറ്റ് യു ദേർ. സോ ഇമ്പോർട്ടൻറ്റ് കോണ്ടെക്സ്റ്റ് സെറ്റിലർ കൊളോണിയലിസം, സെറ്റിലർ കമ്മ്യൂണിറ്റി, അവിടോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻഡിജീനിയസ് ഡിസ്പ്ലേസ്മെന്റ്, മൾട്ടി കൾച്ചറലിസം പോളിസി. 1971 അവരുടെ കോണ്ടിനെന്റിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മൾട്ടി കൾച്ചറലിസം പോളിസി ഈസ് എ മേജർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. Okay. Next goes Australian literature. Australian literature concerns എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. I'm running up a bit fast because we have to discuss PYQs also. So Australian literature, concerns of settler colonialism and indigenous marginalization. നിങ്ങൾക്ക് കുറച്ച് കീവേഡ്സ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം സെറ്റിലർ കൊളോണിയലിസം, കൊളോണിയൽ ഡിസ്പ്ലേസ്മെന്റ്, മൈഗ്രേഷൻ, ഏലിയനേഷൻ, എക്സിസ്റ്റൻഷ്യലിസം. ഈ കീവേഡ്സ് ഒക്കെ എന്തിനെ അസോസിയേറ്റ് ചെയ്തിട്ടില്ല? ക്ലോസ്ലി അലൈൻസ് വിത്ത് പോസ്റ്റ് കൊളോണിയലിസം. ഇത് ഈ കീവേഡ്സ് ഒക്കെ പോസ്റ്റ് കൊളോണിയലിസത്തിന്റെ കീവേഡ്സാ. ഈ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സ് നമ്മൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് കൊളോണിയലിസത്തിന്റെ കീവേഡ്സാ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുക, ട്രേസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇസ് ക്ലോസ്ലി അലൈൻഡ് വിത്ത് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്. ഓക്കെ. Then landscape as hostile, spiritual, dominating presence. Landscape, ചുറ്റുമുള്ള ലാൻഡ്സ്കേപ്പിന് ഹോസ്റ്റൈൽ ആയിട്ട്, ഹോം വേഴ്സസ് ഹോസ്റ്റൈൽ എക്സിസ്റ്റൻസ്. അവർക്കില്ല ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൽ ഈ ഹോം ഫീലിംഗ് ഇല്ലേ, ഫീലിംഗ് അറ്റ് ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഭയങ്കര ഡിസ്റ്റന്റ് ആയിരിക്കും. They'll be nostalgic about that. They'll be lamenting about that. അവരൊരു ഗ്രീഫ് പ്രസന്റ് ചെയ്യും. ഒരു ഹോം ഫീലിംഗ് എവിടെയും കിട്ടാത്ത, ഹോം ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിലോങ്ങിങ്നെസ് എവിടെയും കിട്ടാത്തൊരു പ്രോബ്ലം അവർ പ്രസന്റ് ചെയ്യും. So one of the major figures of Australian literature is Patrick White. Patrick White in the Was is a work that you should be familiar with. The Tree of Man, Riders in the Chariot. Okay. Psychological modernism and the spiritual quest. And then goes Peter Carey,
True History of the Kelly Gang and Oscar and Lucinda. പാട്രിക് വൈറ്റ്, പീറ്റർ കാരി അവരുടെ വർക്ക്സ് നോക്കുക. കൗണ്ടർ ഹിസ്റ്ററിയാണ് പീറ്റർ കാരി കൂടുതൽ കൺസിഡർ ചെയ്യാറുള്ളത്. ഈ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുമ്പോൾ ഒരു മേജർ കാറ്റഗറിയാണ് എബോറിജിനൽ ലിറ്ററേച്ചർ. എബോറിജിനൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് എമേർജ്ഡ് ആസ് എ റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ അഗൈൻസ്റ്റ് കൊളോണിയൽ സൈലൻസിങ്. കൊളോണിയൽ എബോറിജിനൽസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസ്. ഈ കൊളോണിയലിസം കാരണം ഈ കൊളോണിയൽ പവേഴ്സ് പോയി. ഓസ്ട്രേലിയൻ കൊളോണിയൽ പവേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടി. അതിനുശേഷം അവിടോട്ട് കുറെ സെറ്റിലേഴ്സ് വന്നു. ബ്രിട്ടീഷേഴ്സ് അവിടെ കുറെ വന്ന് സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. ഈ സെറ്റിലർ കമ്മ്യൂണിറ്റീസ് അവിടെ ഉണ്ടായിരുന്നുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, അവിടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള അവരുടെ നേറ്റീവ് കമ്മ്യൂണിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ സൈഡ് ലൈൻ ചെയ്യാൻ തുടങ്ങി, അവിടെ മാർജിനലൈസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൽ നമുക്ക് സെറ്റിലേഴ്സ്, ബ്രിട്ടനിൽ നിന്ന് വന്ന് ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കൺസേൺസ് ഉള്ള ലിറ്ററേച്ചർ നിങ്ങൾക്ക് കാണാം. സെറ്റിലർ കൊളോണിയലിസ്റ്റിക് ലിറ്ററേച്ചർ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാം. വേറൊരു മേജർ കാറ്റഗറി എന്ന് പറഞ്ഞാല് ആ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള ഇൻഡിജീനിയസ് പീപ്പിളിന് എത്രത്തോളം ഈ സെറ്റിലർ കമ്മ്യൂണിറ്റീസിന്റെ, സുപ്പീരിയർ കമ്മ്യൂണിറ്റീസിന്റെ കയ്യിൽ നിന്ന് എക്സ്പ്ലോയിറ്റേഷൻ നേരിടേണ്ടി വന്നു, മാർജിനലൈസേഷൻ നേരിടേണ്ടി വന്നു, ഈ കൺസേൺസ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചറും ഉണ്ട്. സോ എബോറിജിനൽ ലിറ്ററേച്ചേഴ്സും ഉണ്ട്, സെറ്റിലർ കൊളോണിയലിസം ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ലിറ്ററേച്ചറും അവിടെ വന്നിട്ടുള്ള സെറ്റിലർ കമ്മ്യൂണിറ്റീസിന്റെ ലിറ്ററേച്ചറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ അവിടുത്തെ ഇൻഡിജീനിയസ് ഗ്രൂപ്പ്സിന്റെ, അവിടുത്തെ നേറ്റീവ് കമ്മ്യൂണിറ്റീസിന്റെ, അവിടുത്തെ ഒറിജിനലി ഒത്തന്റിക്കലി അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അവിടെ റൂട്ട്സ് ഉള്ള ആൾക്കാരുടെ ലിറ്ററേച്ചറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ അവിടുത്തെ അബോറിജിനൽ ലിറ്ററേച്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ബി ക്ലോസ്ലി കണക്റ്റഡ് ടു ദ ലാൻഡ്. അവിടെ നേച്ചർ, എക്കോസിസ്റ്റം, ആ ഒരു ഓസ്ട്രേലിയൻ എക്കോസിസ്റ്റം ആയിട്ട് ഇവര് വെരി മച്ച് ദേ വിൽ ബി ടു മച്ച് ഇൻ ഗ്രീഫ്. കാരണം ഈ സെറ്റിലേഴ്സ് വന്നതിന് ശേഷം അവർക്ക് അവരുടെ ഡെവലപ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നേച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ ഇല്ലാതാക്കി. പക്ഷെ ഈ നാച്ചുറൽ എക്കോസിസ്റ്റം എൻവയോൺമെന്റ് ഫോളോ ചെയ്യുന്ന വരുന്ന കുറെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ റിവർ ആയിക്കോട്ടെ, ട്രീനെയൊക്കെ ആരാധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസിന്റെ ഫാക്ടേഴ്സ് ആണ് ഈ എൻവയോൺമെന്റിലത്തെ ഓരോ കാര്യങ്ങളും. ഇതിനൊക്കെ ഈ സെറ്റിലർ കമ്മ്യൂണിറ്റീസ് വന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീനെ സൈഡ് ലൈൻ ചെയ്യുന്ന പോലെ സോ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി were closely connected with land, ancestral origins and oral traditions. Okay. So literature as testimony, protest, cultural survival, testimonies ന്റെ ഫോർമാറ്റിലൊക്കെ നിങ്ങൾക്ക് അബോറിജിനൽ ലിറ്ററേച്ചർ കാണാൻ സാധിക്കും. ഈ അബോറിജിനൽ ലിറ്ററേച്ചറിലുള്ള മേജർ ആൾക്കാരായിരിക്കാം ഈ നമ്മൾ പാട്രിക് വൈറ്റ്, പീറ്റർ കാരി ഒക്കെ പഠിച്ചു. അതിന് പുറമെ ഇൻഡിജീനിയസ് റൈറ്റിംഗ്, അബോറിജിനൽ റൈറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് ആയിരിക്കാം നമുക്ക് നോക്കാം. ഓഡ്ഗെറോ നോനുക്കാൽ. Odgero Nonukal. I don't know whether you have heard it, but Odgero Nonukal, please remember. We are going, the dawn is at hand, my people. ഈ ഫസ്റ്റ് അബോറിജിനൽ പോയിറ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു അബോറിജിനൽ പോയിറ്റ് ആണ്. പ്രൊട്ടസ്റ്റ് പോയിട്രി പ്രസന്റ് ചെയ്തിട്ടുള്ള ആളാണ് ഒഴുകെരോ നോണുക്കാൽ. Then goes Kevin Gilbert. People are legends, black from the edge, sovereignty, land rights ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള ആളാണ് കെവിൻ ഗിൽബർട്ട്. ജാക്ക് ഡേവിസ് നിങ്ങൾ ഐ തിങ്ക് യു ആർ ഫാമിലി. ജാക്ക് ഡേവിസിന്റെ കുറേ പോംസ് ഉണ്ട്, നമുക്ക് പി ജിയിലും ഉണ്ടായിരുന്നു ഐ ഡു തിങ്ക് സോ. അബോറിജിനൽ ഡെത്ത്സ് ഇൻ കസ്റ്റഡി, അബോറിജിനൽസിന്റെ കൺസേൺസ്, എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള അവരുടെ ട്രോമാറ്റിക് ഇഷ്യൂസ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള ആളാണ് ജാക്ക് ഡേവിസ്. ജാഗർഡു ഇസ് ഹിസ് ഫേമസ് വർക്ക്. ഓക്കെ, then goes Lionel Fogarty in the please do check his works. Then goes Sally Morgan in the My Place. Aboriginal identity in ഒരു റിവൈവൽ അല്ലെങ്കിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട് വോയിസ് ഔട്ട് ചെയ്തിട്ട് ആളാണ് സാലി മോർഗന്റെ ഫേമസ് വർക്കാണ് മൈ പ്ലേസ്. Then goes Samuel Wagon Watson. സ്മോക്ക് എൻക്രിപ്റ്റഡ് വിസ്പേഴ്സ്, മോൺസ്റ്റേഴ്സ് ഇങ്ക്. നിങ്ങൾ ഇതിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പോപ്പുലർ റൈറ്റേഴ്സിനെ നോക്കി വെക്കുക. പ്ലീസ് ഡു റിമെമ്പർ ഇറ്റ്. ഓക്കെ,
ആ ഓക്കെ. ഇനി ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഏതാണ്? വാട്ട് ഇസ് എ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്? സ്റ്റോളൻ ജനറേഷൻ. സ്റ്റോളൻ ജനറേഷൻസ് എന്ന് പറഞ്ഞാല് അബോറിജിനൽ ചിൽഡ്രൻ ഫോഴ്സിബിളി റിമൂവ് ഫ്രം ഫാമിലീസ് അണ്ടർ അസിമിലേഷൻ പോളിസീസ്. ഈ അബോറിജിനൽ അവിടുത്തെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസിലുള്ള ചിൽഡ്രന്, കുഞ്ഞു കുട്ടികള് ഇവരെ സെറ്റിലർ കമ്മ്യൂണിറ്റീസിലോട്ട് അഡോപ്ഷന് വേണ്ടി കൊടുക്കും, അല്ലെങ്കിൽ അസിമിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും, ടു ഇംപ്രൂവ് ദെയർ ലിവിങ് എന്നുള്ളൊരു കോൺസെപ്റ്റില് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ആ ഒരു പോളിസി ആയിരുന്നു സ്റ്റോളൻ ജനറേഷൻ. സ്റ്റോൾ എന്ന് പറഞ്ഞാല് അവരുടെ സ്വന്തം ഫാമിലിയിൽ നിന്ന് അവരെ അപ്രൂവ് ചെയ്ത് വേറൊരു ഫാമിലിയിൽ ഫിക്സ് ചെയ്യാം. അപ്പൊ അവരുടെ എക്സാക്ട് ഒതന്റിക് സെൽഫ് അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഈ സ്റ്റോളൻ ജനറേഷൻസ് വരാറ് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിലാണ്. പ്ലീസ് ടു റിമെമ്പർ. ഓക്കെ. ദെൻ ഗോസ് ന്യൂസിലൻഡ് ലിറ്ററേച്ചർ. ന്യൂസിലൻഡ് ലിറ്ററേച്ചർ അത്ര പ്രൊമിനന്റ് അല്ല, പക്ഷെ നിങ്ങൾ കുറച്ച് അവരുടെ കൾച്ചേഴ്സ് എന്തൊക്കെയാ, അവരുടെ മേജർ കൺസേൺസ് എന്തൊക്കെയാന്ന് നോക്കാം. ന്യൂസിലൻഡ് ലിറ്ററേച്ചറിൽ മേജർ ആയിട്ട് വരുന്നത് മൗറി കൾച്ചർ. മൗറി കൾച്ചർ അവരുടെ മേജർ ആയിട്ടുള്ളൊരു കൺസേൺ ആയിരുന്നു. അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു നേറ്റീവ് ട്രൈബാണ് ഈ മൗരി ട്രൈബ് എന്ന് പറഞ്ഞാല്. അവിടുത്തെ ഇൻഡിജീനിയസ് ട്രൈബാണ്. ആൻഡ് അവർ കുറെയൊക്കെ പോളിനീഷ്യൻ ട്രഡീഷൻസ് എന്നൊക്കെ പറയും. അറ്റ്ലീസ്റ്റ് റിമെമ്പർ മൗരി കമ്മ്യൂണിറ്റി അവരുടെ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് മൗരി. ഈ മൗരി കൾച്ചറിന് കൂടുതൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വർക്ക്സിൽ. ഓറൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഫോക്ക് ടെയിൽസ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് കൊളോണിയൽ ഐഡന്റിറ്റി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വർക്ക്സിൽ. ലിറ്ററേച്ചർ ഷേപ്ഡ് ബൈ സെറ്റിലർ കൊളോണിയലിസം, സിമിലർ വിത്ത് ദാറ്റ് ഓഫ് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ. ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ന്യൂസിലൻഡിലും സെറ്റിലർ കൊളോണിയലിസം ഉണ്ടായിരുന്നു. സെറ്റിലർ എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിന്ന് വന്ന് അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ. ആ സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഡോമിനൻസ് ഉണ്ടായിരുന്നു. അവര് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി നേറ്റീവ് കമ്മ്യൂണിറ്റീസിനെ. ഈ ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ബാർബേറിയൻസ് ആക്കിയിട്ട്, അല്ലെങ്കിൽ അവരെ ബാർബേറിയൻസ്, അല്ലെങ്കിൽ അവരുടെ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അവരൊരു യൂസ്ലെസ് ഫ്യൂട്ടൈൽ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ, അതിനൊക്കെ എഗെയിൻസ്റ്റ് ഉള്ള ഒരു റെസിസ്റ്റൻസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ന്യൂസിലൻഡ് ലിറ്ററേച്ചർ. ബൈ കൾച്ചറൽ പോളിറ്റിക്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ കൾച്ചറൽ പോളിറ്റിക്സ് ഒക്കെ. ദെൻ എംഫസിസ് ഓൺ പ്ലേസ്. സി എപ്പോഴും അവരുടെ ഒരു ഇമേജറി ആയിട്ട് വരാറുണ്ട് ന്യൂസിലൻഡിന്റെ. ഓക്കെ. ഐസൊലേഷൻ, കൾച്ചറൽ നെഗോഷിയേഷൻ. ദെൻ സെൻട്രൽ ടെൻഷൻ ബിറ്റ്വീൻ പക്കേഹ. പക്കേഹ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സെറ്റിലേഴ്സ് വേഴ്സസ് മൗരി വേൾഡ് വ്യൂസ്. ദാറ്റ് മീൻസ് സെറ്റിലർ കമ്മ്യൂണിറ്റി വേഴ്സസ് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിന്റെ ഒരു കോൺഫ്ലിക്റ്റ് കാണാൻ പറ്റും. അവിടെ സെറ്റിലേഴ്സ് ആയിട്ട് വന്നിട്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ പറഞ്ഞ പോലെ തന്നെ അബോറിജിനൽ വേഴ്സസ് സെറ്റിലേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ യൂറോപ്യൻ സെറ്റിലർ വേഴ്സസ് ദ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി. ഇവരുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബ് ഏതാ? മൗരി ട്രൈബ്, മൗരി കമ്മ്യൂണിറ്റി, മൗരി കൾച്ചറൽ. അപ്പൊ ഇവരുടെ ഇംഗ്ലീഷ് വെസ്റ്റേൺ ഐഡിയോളജീസ് വേഴ്സസ് ദ ഇൻഡിജീനിയസ് മൗരി വേൾഡ് വ്യൂസ്. കെറി ഹോൾം. കെറി ഹോൾമിന്റെ വർക്ക്സ്, കെറി ഹോൾം ചോദിക്കാറുണ്ട് കേട്ടോ. സോ പ്ലീസ് ഡു റിമെമ്പർ ദിസ് പേഴ്സൺ. കെറി ഹോൾം, ദ ബോൺ പീപ്പിൾ ഇസ് ഹിസ് ഫേമസ് വർക്ക്. ഹൈബ്രിഡ് ഫോം ആണ്, പ്രോസ് പോയിട്രി, രണ്ടിനെയും മിക്സ് ഫോർമാറ്റിലാണ് എഴുതിയിട്ടുള്ളത്. മൗരി കൾച്ചറിന്റെ സ്പിരിച്വാലിറ്റി ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നോൺ ലീനിയർ നെറേഷൻ ആണ് ദ ബോൺ പീപ്പിൾ ഉള്ളത്. അപ്പൊ ന്യൂസിലാൻഡിലത്തെ ഒരു മേജർ ഒരു കൾട്ട് വർക്ക് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ബോൺ പീപ്പിൾ ബൈ കെറി ഹോൾം. മൗരി കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. And he is the first Maori writer to win the Booker Prize in 1985. This is a factual knowledge that you have to note. First Maori writer to win the Booker Prize. New Zealand literature, New Zealand literature ഉള്ളൊരു വർക്കാണ് The Bond People. The Bond People എഴുതിയിട്ടുള്ള കെറി ഹോൾമിന് ബുക്കർ പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് ദ ഫസ്റ്റ് മൗറി റൈറ്റർ ടു വിൻ ദ ബുക്കർ പ്രൈസ്. ഓക്കെ. Then it is Witty Ihmera, the whale raider Tanki. നിങ്ങൾ ഇത് ബാക്കിയുള്ളവരുടെ പേരൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് റിമെമ്പർ ചെയ്താൽ മതി. ഡോണ്ട് ഗോ ഫോർ എ ഡീപ്പർ അനാലിസിസ്. മൗരി മിത്ത് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൗരി റൈറ്റർ ടു പബ്ലിഷ് എ നോവൽ, ഇറ്റ് ഈസ് വിറ്റി ഇഹിമേര. ഓക്കെ. വിറ്റി ഇഹിമേരയാണ് ഫസ്റ്റ് മൗരി റൈറ്റർ ടു പബ്ലിഷ് എ നോവൽ.
Then Patricia Grace ഉണ്ട്, Ellen Kernow. Ellen Kernow നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Kerry Holm പോലെ തന്നെ another person that you should be familiar with is Ellen Kernow. Ellen Kernowന്റെ പോയിന്റ്സ് നിങ്ങൾ സംഹാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം കുറേ പോയിട്രി കളക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് എലൻ കേർണവ്. എലൻ കേർണവിന്റെ കളക്റ്റഡ് പോയിന്റ്സിൽ കുറെ ന്യൂസിലൻഡ് ഐഡന്റിറ്റിനെ പറ്റിയിട്ട് റേസ് ചെയ്തിട്ടുള്ള കുറെ കൺസേൺസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നാഷണലിസ്റ്റ് കൺസേൺസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് റിലേറ്റഡ് പ്രോബ്ലംസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. Ellen Kernow. Okay, please remember that name also. Then as Janet Frame, Owls Do Cry, An Angel at My Table. Owls Do Cry is her famous work. Okay. Psychological realism, marginality, autobiography ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ലിറ്റററി കോണ്ടെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് പേര് മാത്രം നോക്കിയെത്താൻ നിങ്ങൾ ഓവർ ഡീപ്പായിട്ട് പോകണം എന്നില്ല. ഇൻ ദിസ് സിനേരിയോ ഇപ്പോഴത്തെ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഓവർ ഡീപ്പായിട്ട് പോകണ്ട. നിങ്ങൾ ഈ ഒരു പേരുകൾ മാത്രം നോക്കുക. ട്രീറ്റി ഓഫ് വൈറ്റാങ്കിന്റെ ഫൗണ്ടേഷൻ ഓഫ് മൗരി പക്കേഹ റിലേഷൻസ്, അതായത് അവിടുത്തെ നേറ്റീവ് വേഴ്സസ് സെറ്റിലർ കമ്മ്യൂണിറ്റീന്റെ ഒരു ട്രീറ്റി ആയിരുന്നു. അവർ തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ആയിരുന്നു ട്രീറ്റി ഓഫ് വൈറ്റാങ്കി. മൗരി റിനൈസൻസ് ഉണ്ടായിരുന്നു. മൗരി കമ്മ്യൂണിറ്റി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഇസ് മൗരി റിനൈസൻസ് ദാറ്റ് ഹാപ്പൻസ് from early 1970s. Then biculturalism, ഒരു ഡിഫറെന്റ് കൾച്ചർ, സെറ്റിലർ കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു, മൗരി കൾച്ചർ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. So next we are moving on to South Asian and Asian literature English. I hope whatever we have discussed so far is clear for you. നമ്മൾ ഒരു ലാസ്റ്റ് കാറ്റഗറി, അതായത് ഇന്ത്യൻ പഠിച്ചു, ആഫ്രിക്കൻ പഠിച്ചു, ഓസ്ട്രേലിയൻ പഠിച്ചു, കരീബിയൻ പഠിച്ചു, ന്യൂസിലൻഡ് പഠിച്ചു. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ഓൺ ടു സൗത്ത് ഏഷ്യൻ ആൻഡ് ഏഷ്യൻ ലിറ്ററേച്ചേഴ്സ് ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, സൗത്ത് ഏഷ്യൻ ആൻഡ് ഏഷ്യൻ ലിറ്ററേച്ചർ ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്നേഷണൽ ഹിസ്റ്ററി ആണ് കൂടുതൽ. അതായത് ഡിഫറെന്റ് നേഷൻസ്, ഇപ്പൊ പാകിസ്ഥാൻ, ഇങ്ങനത്തെ കുറെ അഫ്ഗാൻ റൈറ്റിംഗ്സ്, ഇതൊക്കെ ഈ സൗത്ത് ഏഷ്യൻ ആൻഡ് ഏഷ്യൻ ലിറ്ററേച്ചേഴ്സിൽ വരും കേട്ടോ. ട്രാൻസ്നേഷണൽ ഹിസ്റ്ററിന്റെ മൈഗ്രേഷൻ ആണ് ഇതിന്റെ മേജർ തീം. ഈ സൗത്ത് ഏഷ്യൻ റൈറ്റിംഗ്സിന്റെ മൈഗ്രേഷൻസ് ആൻഡ് ഗ്ലോബൽ ഐഡന്റിറ്റി. ഇവർ മൈഗ്രേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ പോകും. ഫോർ അമേരിക്കൻ ഡ്രീം ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ദ റിലക്റ്റന്റ് ഫണ്ടമെന്റലിസ്റ്റ് ബൈ മോഹസിൻ ഹമീദ്. അമേരിക്കൻ ഡ്രീമുമായിട്ട് പോകും. അവിടുത്തെ ആ ഒരു ട്വിൻ ടവേഴ്സ് അറ്റാക്കിന് ശേഷം, 9/11 അറ്റാക്സിന് ശേഷം എത്രത്തോളം ഒരു കമ്മ്യൂണിറ്റി ഇസ്ലാമോഫോബിയ കാരണം ആ ഒരു ഐഡന്റിറ്റിക്ക് കംപ്ലീറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ടെററിസം കംപ്ലീറ്റ്ലി ടേംഡ് ഓൺ ടു ദം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ദ റിലക്റ്റന്റ് ഫണ്ടമെന്റലിസ്റ്റിൽ. ആൻഡ് ദർ ഈസ് എ ബ്യൂട്ടിഫുൾ മൂവി ഓൾസോ റിഗാർഡിംഗ് ദ റിലക്റ്റന്റ് ഫണ്ടമെന്റലിസ്റ്റ്. Okay, then focus on transnational history, migration, global identity. Kamila Shamsi, Burnt Shadows, Cartography, Home Fire, Partition discuss ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ് കമില ഷംസി. പിന്നെ ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഓൾസോ ഹിസ്റ്ററി. ബേൺഡ് ഷാഡോസ്, കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളെ ബോർഡേഴ്സ്, ഈ നാഷണൽ പോളിറ്റിക്സ് എത്രത്തോളം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഷീസ് എ പാകിസ്ഥാൻ ഒറിജിൻ ഉള്ള ഒരു ബ്രിട്ടീഷ് റൈറ്റർ ആണ്. ഷീ ലേറ്റർ മൂവ്ഡ് ഓൺ ടു ബ്രിട്ടീഷ്. സോ കമീല ഷംസിന്റെ മോഹസിൻ ഹമീദിന്റെ ദ റിലക്റ്റന്റ് ഫണ്ടമെന്റലിസം മേജർ വർക്ക് ഓഫ് സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ. ഓക്കെ, എക്സൈൽ അല്ലെങ്കിൽ സർവീലൻസ്, ഗ്ലോബലൈസേഷൻ, ഐഡന്റിറ്റി, മൈഗ്രേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ ആണ് മോഹസിൻ ഹമീദ്. ദെൻ മിക്കായൽ ഒണ്ടായി നമ്മൾ വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. What was that? വേറെ എവിടെയോ നമ്മൾ മിക്കായൽ ഒണ്ടായിന് പഠിച്ചിട്ടുണ്ട്. Do you remember what it is? മിക്കായൽ ഒണ്ടായിന് നമ്മൾ വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ട്. Do you remember? He wrote a lot about Sri Lankan civil war. നമ്മൾ വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ട്. ഡോണ്ട് യു റിമെമ്പർ? മിക്കായൽ ഒണ്ടേ കനേഡിയൻ ലിറ്ററേച്ചറിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു മേജർ ആയിട്ട്. അതായത് കനേഡിയൻ ലിറ്ററേച്ചറിലാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
കനേഡിയൻ വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹി വാസ് ബോൺ ഇൻ ശ്രീലങ്ക. ശ്രീലങ്കൻ ഒറിജിൻ ഉള്ള കനേഡിയൻ റൈറ്റർ ആണ് മിക്കായൽ ഉണ്ടായ. അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ ഇഷ്യൂസ്, ബിലോങ്ങിങ് ഇഷ്യൂസ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഏലിയനേഷൻ, എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കൻ സിവിൽ വാർ, കനേഡിയൻ റൈറ്റിംഗ്സിൽ, കനേഡിയൻ ലിറ്ററേച്ചറിലാണ് അല്ലെങ്കിൽ മിക്കായൽ ഉണ്ടായതിനെ നമ്മൾ കൂടുതൽ കാണാം. കനേഡിയൻ കോണ്ടിനെന്റ് എന്നാണ് ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹി റോട്ട് എ ലോട്ട് അബൌട്ട് ഹിസ് ഒറിജിൻ, റൂട്ട്സ്, ശ്രീലങ്കൻ സിവിൽ വാർ ആൻഡ് ബിലോങ്ങിങ് അല്ലെങ്കിൽ ഡയസ്പോറിക് മെമ്മറി എ ലോട്ട്. നമ്മൾ ജുംഫ ലഹരി ഇന്ത്യൻ റൈറ്റിംഗിലും അമേരിക്കൻ റൈറ്റിംഗിലും പറയുന്ന പോലെ തന്നെ മിക്കായൽ ഓൺടായുടെ നിങ്ങൾക്ക് ശ്രീലങ്കൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ റൈറ്റിംഗിലും കാണാൻ പറ്റും, കനേഡിയൻ റൈറ്റിംഗിലും കാണാൻ പറ്റും. ഇനി ഇമ്പോർട്ടന്റ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ശ്രീലങ്കൻ സിവിൽ വാർ ഉണ്ട്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. അത് എത്രത്തോളം പാകിസ്ഥാൻ എഫക്ട് ചെയ്തു, ബംഗ്ലാദേശിനെ എഫക്ട് ചെയ്തു, ഇന്ത്യനെ എഫക്ട് ചെയ്തു എന്നൊക്കെ വി ഹാവ് ടു ചെക്ക്. ആൻഡ് ഓൾസോ അഫ്ഗാനിന്റെ ടെററിസം, ഇതൊക്കെ യു ഹാവ് ടു ലുക്ക്. വാർ ഓൺ ടെറർ, ഗ്ലോബൽ മൈഗ്രേഷൻ, ദീസ് ആർ ഓൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഇനി സം key literary terms regarding other English literature we are going to check. Post-colonialism, നമുക്ക് already അറിയാം, it is a study of the cultural, political and psychological effects of colonial rule. കൊളോണിയൽ റൂളിന് ശേഷം ഉണ്ടായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, അതിന് ശേഷം ആഫ്റ്റർ മാത്ത് ഓഫ് കൊളോണിയലിസം പ്രസന്റ് ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആണ് പോസ്റ്റ് കൊളോണിയലിസം. ദെൻ കംസ് ഹൈബ്രിഡിറ്റി. ഹൈബ്രിഡിറ്റി ഹോമിക്ക ഭാവാന്റെ ഒരു മേജർ കോൺസെപ്റ്റ് ആണ്. ലിറ്റററി തിയറി നിങ്ങൾ പഠിക്കുമ്പോൾ യു വിൽ ഗോ ത്രൂ ഹിം. കൾച്ചറൽ മിക്സിംഗ് പ്രൊഡ്യൂസ് ബൈ കൊളോണിയൽ കോണ്ടാക്ട്, അതായത് കൊളോണിയൽ പവർ കാരണം 2 or more കൾച്ചേഴ്സ് തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടായി. അത് കാരണം പുതിയ ഐഡന്റിറ്റീസ്, ഇവരുടെ അമാൽഗമേഷൻ, ഇവരുടെ മിക്സിംഗ് കാരണം പുതിയൊരു കൾച്ചർ അല്ലെങ്കിൽ പുതിയൊരു കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ആയി, വിത്ത് ദ ഹൈബ്രിഡ് കമ്മ്യൂണിറ്റി. മിമിക്രി, colonized subjects imitation. നമ്മൾ വെസ്റ്റേൺ എമിറ്റേറ്റ് ചെയ്യും. വെസ്റ്റേൺ എമിറ്റേറ്റ് ചെയ്താൽ നമ്മൾ മോഡേൺ പീപ്പിൾ ആയി, അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ പീപ്പിൾ ആ, നമ്മൾ ട്രഡീഷണൽ ഐഡിയോളജീസ് ഉള്ള ആൾക്കാരെന്ന് പറയില്ല എവിടെയും. നമ്മൾ വെസ്റ്റേൺ ക്ലോത്ത്സ്, വെസ്റ്റേൺ ഫുഡ്, വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ദാറ്റ് ഇസ് മിമിക്രി. വി ട്രൈ ടു മിമിക് ദ വെസ്റ്റേൺ കൺട്രീസ്. കൊളോണിയൽ കൺട്രീസിനെ മിമിക് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഇസ് വാട്ട് മിമിക്രി ഈസ്. ദെൻ ഗോസ് ഡയസ്പോറ. ഡയസ്പോറ മീൻസ് dispersal of people from their homeland creating transnational identities. Transnational identities ഞാൻ പറഞ്ഞ ജുംബ ലഹരി ഒക്കെ പോലെ, അമിതാഭ് ഘോഷ് ഒക്കെ പോലെ, മിക്കായിൽ ഉണ്ടായ ഒക്കെ പോലെ. അതായത് അവർക്ക് ഒരു ഒറിജിൻ ആയിരിക്കും വേറൊരു കൺട്രിയിൽ, പിന്നെ അവർ അപ്രൂട്ട് ചെയ്ത് വേറെ മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു കൺട്രിയിലോട്ട് പോകുമ്പോൾ രണ്ട് സ്ഥലത്തും അവർക്ക് ഒരു ബിലോങ്ങിങ് ഇല്ല, ഹോം ഫീലിംഗ് ഇല്ല, കൾച്ചറൽ ഷോക്ക് ആണ്. സോ ഡിസ്പേഴ്സൽ ഓഫ് ദ ഫീലിംഗ് ഓഫ് ഹോം ലാൻഡ്. That is what diaspora. ഒരു നൊസ്റ്റാൾജിക് ടോണിലായിരിക്കും അത് പ്രസന്റ് ചെയ്യുക, മെമ്മറിയിലായിരിക്കും. Another term is subaltern. സ്പിവാക്ക്, ഗായത്രി സ്പിവാക്കിന്റെ നിങ്ങൾ വർക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാൻ ദ സബാൾട്ടൺ സ്പീക്ക്, അതിൽ കൊണ്ടുവന്നുള്ള ഒരു ടേം ആണ് സബാൾട്ടൺ. സബാൾട്ടൺ എന്ന് പറഞ്ഞാൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്. അത് ഏത് രീതിയിലും കാസ്റ്റില് മാർജിനലൈസ്ഡ് ഉണ്ടാവും, പോസ്റ്റ് കൊളോണിയൽ ടേംസിൽ സബാൾട്ടൺ ഉണ്ടാവും, പാട്രിയാർക്കൽ ടേംസിൽ വിമൺ ആർ ദ സബാൾട്ടൺ ഗ്രൂപ്പ്, മൈനോറിറ്റി, ലോവർ ക്ലാസ് പീപ്പിൾ, ഇതൊക്കെ സബാൾട്ടൺ. മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പ്സ്, മൈനോറിറ്റി ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ ബാക്കി ഇൻഫീരിയർ ആയിട്ട് ഡോമിനൻസ് ഉള്ള ആൾക്കാർ ഇവരുടെ മേൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ സബാൾട്ടൺ ഗ്രൂപ്പ്സ് എന്ന് പറയാം. കൗണ്ടർ കാനൺ എന്ന് പറഞ്ഞാൽ ദ ഡോമിനന്റ് വെസ്റ്റേൺ കാനണിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചാലഞ്ച് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക്സിനാണ് കൗണ്ടർ കാനൺ വർക്ക്സ് എന്ന് പറയാം. ദെൻ സെന്റർ വേഴ്സസ് മാർജിൻ. സെന്റർ വേഴ്സസ് മാർജിൻ മീൻസ് ഡോമിനന്റ് ഗ്രൂപ്പ് വേഴ്സസ് ദ മാർജിനലൈസ്ഡ്. ഓക്കെ, ഈ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിന്റെ ഒരു മേജർ കൺസേൺ ആണ് സെന്റർ വേഴ്സസ് മാർജിൻ. സെന്റർ മീൻസ് ദ ഡോമിനന്റ് ഗ്രൂപ്പ്, മാർജിൻ മീൻസ് ദ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്. റീറൈറ്റിംഗ് ഓഫ് കനോണിക്കൽ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ജീൻ റൈസിന്റെ വൈറ്റ് സിർഗാസുസി, ജെയിൻ നായർ ബ്രിട്ടീഷിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു വർക്കിന്റെ റൈറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൾച്ചറൽ മെമ്മറി, ഒറാലിറ്റി, സെറ്റിലർ കൊളോണിയലിസം, നിയോ കൊളോണിയലിസം, ഈ തീംസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ ദീസ് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസുമായിട്ട് ക്ലോസ്ലി നിറ്റഡ് ആണ് ഈ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിന്റെ കീവേഡ്സ് നിങ്ങൾ എല്ലാത്തിലും കാണും.
സോ അത് ഡയസ്പോറ, മെമ്മറി, ഏലിനേഷൻ, ബിലോങ്ങിങ്, ഇതൊക്കെ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിന്റെ കീവേഡാണ്. കൊളോണിയൽ ഡിസ്പ്ലേസ്മെന്റ്, സെറ്റിലർ കൊളോണിയലിസം ഒക്കെ. പക്ഷെ ദാറ്റ് ഈസ് ക്ലോസ്ലി അലൈൻഡ് വിത്ത് ദിസ് other English literature. That's why we are studying that also. Okay. Settler colonialism നമ്മൾ ഡിസ്കസ് ചെയ്തു. സെറ്റിൽമെന്റ് ഫ്രം സെറ്റിലേഴ്സ് വേഴ്സസ് ഇൻഡിജീനിയസ് ഗ്രൂപ്പിലുള്ള കോൺഫ്ലിക്റ്റ് വരും. പിന്നെ ഈ ഒരു അതർ ഇംഗ്ലീഷ് റൈറ്റിംഗ്സിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റഡ് വർക്ക്സ്, ട്രാൻസ്ലേഷൻ ടെക്സ്റ്റ് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. ട്രാൻസ്ലേഷൻ ഇസ് എ മേജർ gateway through which the natives presented their language. അവരുടെ കൺസേൺസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി ബംഗാളിയിൽ എഴുതിയിട്ട് പിന്നീട് ഇംഗ്ലീഷിലോട്ട് he himself translated, and for that he won Nobel Prize in Literature അല്ലേ. Then Mahashweta Devi Imaginary Maps translated. ഈ മഹാശ്വേത ദേവിന്റെ വർക്ക് Imaginary Maps was translated by ഗായത്രി ചക്രവർത്തി സ്പിവക്. എങ്കുക്കി വാത്തിയാങ്കോന്റെ ഗിക്കുയു ലാംഗ്വേജ്, അവരുടെ കമ്മ്യൂണിറ്റി ലാംഗ്വേജ്, നേറ്റീവ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഡെവിൽ ഓൺ ദ ക്രോസ്. ഫൈസ് അഹമ്മദ് ഫൈസ് ഉറുദുവിൽ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ദ റിബൽ സിലോയിറ്റ്. ഞാൻ ഇത് പറയാൻ കാരണം a lot of translated works ആണ് ഈ ഒരു അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒറിജിൻ. ഈ നിങ്ങൾ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ട്രേസ് ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ഒറിജിൻ യു ക്യാൻ ഫൈൻഡ് ഇൻ ട്രാൻസ്ലേറ്റഡ് വർക്ക്സ്. ബാമ കറുക്കു തമിഴ് ഇംഗ്ലീഷ്, മഹമ്മൂദ് ദർവിഷിന്റെ അറബിക്കിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത്. യു ആർ അനന്ത് മൂർത്തിന്റെ സംസ്കാര വാസ് റിട്ടൺ ഇൻ കന്നഡ. പിന്നെ കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആണ്. ഓക്കെ. പിന്നെ കുറച്ച് കീ ടെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് വൈറ്റ് സെർഗാസോസി സെറ്റിൽ, അതായത് സെന്റർ വേഴ്സസ് മാർജിൻ അല്ലെങ്കിൽ കൊളോണിയൽ റൈറ്റിങ്ങിന്റെ റീടെല്ലിംഗ് ഒക്കെ കാണുന്നത് വൈറ്റ് സെർഗാസോസി റിപ്പീറ്റഡ്ലി നെറ്റിൽ കാണാറുണ്ട്. എംപയർ റൈറ്റ്സ് ബാക്ക്, ഇത് നിങ്ങൾ ലിറ്റററി തിയറിയിൽ പോസ്റ്റ് കൊളോണിയലിസം പഠിക്കുമ്പോൾ ബിൽ ആഷ്ക്രോഫ്റ്റ്, ഗ്രിഫിത്ത്, ടിഫിൻ ഇവരുടെ ഒരു തിയറിയാണ് റിഗാർഡിംഗ് പോസ്റ്റ് കൊളോണിയലിസം. ഡീകോളനൈസിംഗ് ദ മൈൻഡ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് വർക്ക് ദാറ്റ് യു ഷുഡ് നോ. Orientalism by Edward Said. Can the Subaltern Speak by Gayatri Chakravarti Spivak. Culture and Imperialism by Edward Said. പിന്നെ The Wretched of the Earth, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ. നാഷണൽ നറേഷൻ ബൈ ഹോമി കെ ബാബ, ഇതിലാണ് കാർണിവലെസ്ക് ആൻഡ് ഓൾസോ ഹൈബ്രിഡിറ്റി ഇതൊക്കെ പറയാനുണ്ട്. സോ ഈ ഒരു വർക്ക്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പോയിന്റേഴ്സ് ആയിട്ട് തരികയാണ്. യു ഹാവ് ടു ഡു ഹോംവർക്ക്. ഓക്കെ. So major writers Edward Said, Homi K. Bhabha, Gayatri Spivak, Bill Ashcroft, Stuart Hall, Franz Fanon, ഇതൊക്കെ പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗ്സിന് അലൈൻ ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. പ്ലീസ് ഡു ചെക്ക് ദീസ് റൈറ്റേഴ്സ്. ഓക്കെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത റൈറ്റേഴ്സിന് പുറമെ നിങ്ങൾ ഈ റൈറ്റേഴ്സിനും കൂടി ഫെമിലറൈസ് ചെയ്തിരിക്കുക. ഇവർ കുറച്ചും കൂടി ലിറ്റററി തിയറി റിലേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കണക്ട് ചെയ്ത് പഠിക്കേണ്ട റൈറ്റേഴ്സ് ആണിത്. ഓക്കെ. ഇമ്പോർട്ടൻറ്റ് ടേംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിയോളൈസേഷൻ, കരീബിയൻ സ്ഥലത്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുക. ലിംഗ്വിസ്റ്റിക് ബ്ലെൻഡിങ് ആണ്. ക്രിയോൾ ഗ്രൂപ്പ് എന്ന് പറയും. രണ്ട് കമ്മ്യൂണിറ്റീനെ ലിംഗ്വിസ്റ്റിക് ബ്ലെൻഡ് ചെയ്തിട്ട് അവർ പുതിയൊരു ലാംഗ്വേജ് ഫോമിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ്, ആ ഒരു കമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ ക്രിയോൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രിയോൾ ലിംഗ്വിസ്റ്റിക് ബേസിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ. ക്രിയോളൈസേഷൻ, ബൈകൾച്ചറലിസം, ടെസ്റ്റിമോണിയോ. There's no need for a deeper analysis, but please understand biculturalism. ന്യൂസിലൻഡത്തെ ബൈകൾച്ചറലിസം എന്താ? മൗരി പക്കേഹ റിലേഷൻ. മൗരി അവിടുത്തെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി, പക്കേഹ സെറ്റിലർ കമ്മ്യൂണിറ്റി. ഓക്കെ. Then key movement subaltern studies groups. അതൊരു ഫ്രെയിംവർക്ക്, അതായത് രണജിത് ഗുഹന്റെ subaltern studies group was formed in order to analyze or critically study how marginalized groups were facing a lot of problems. Third World Literature Debates ഉണ്ടായിരുന്നു. ഫ്രെഡറിക് ജെയിംസിന്റെ ബ്ലാക്ക് അറ്റ്ലാന്റിക് കോൺസെപ്റ്റ് ഉണ്ട്. പോൾ ഗിൽറോയ്. ഇൻഡിജീനിയസ് ലിറ്റററി റിനൈസൻസ് ഹാപ്പൻഡ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. ഓസ്ട്രേലിയ എന്തുകൊണ്ടാണ് ഇൻഡിജീനിയസ് ലിറ്റററി റിനൈസൻസ് വരിക? ബിക്കോസ് ഓഫ് സെറ്റിലർ കൊളോണിയലിസം. ഓക്കെ. സെറ്റിലർ കൊളോണിയൽ, അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ കാരണം അവിടുത്തെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിക്ക് ഒരു ത്രെറ്റ് വന്നു. ത്രെട്ടൻ ചെയ്യപ്പെട്ടു. കാരണം അവർക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല, അവരുടെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു, അവർ മാർജിനലൈസ് ചെയ്യപ്പെട്ടു. ദാറ്റ്സ് വൈ ഇൻഡിജീനിയസ് ലിറ്റററി റിനൈസൻസ് ഹാപ്പൻഡ്. ദളിത് റൈറ്റിംഗ് നിങ്ങൾ നോക്കണം. ദളിത് റൈറ്റിംഗ്സ് എന്ന് കുറെ റീസെന്റ് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് നിങ്ങൾ നോക്കുമ്പോൾ ദളിത് റൈറ്റിംഗ്സും പ്ലീസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ്. ആഫ്രോസെൻട്രിക് ക്രിറ്റിസിസം, ആഫ്രിക്കൻ കൾച്ചറൽ റിക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം ലിറ്റററി വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. ട്രാൻസ്നേഷനിസം, ബിയോണ്ട് എ പെർട്ടിക്കുലർ നേഷൻ ബേസ്ഡ് ഐഡന്റിറ്റി. ജുംബ ലഹരി നമ്മൾ പറഞ്ഞു.
So similar, translational studies, you have to look under this other English writing. സോ ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ലേഷൻ വർക്ക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. തിയറി ടെക്സ്റ്റ് നമ്മൾ കൂടുതൽ ലിറ്റററി ടെക്സ്റ്റ് ആണ് ഇവിടെ നോക്കിയിട്ടുള്ളത്. ലിറ്റററി തിയറി, പോസ്റ്റ് കൊളോണിയൽ, ഡയസ്പോറ, മെമ്മറി സ്റ്റഡീസ്, കൾച്ചറൽ തിയറി, ഹിസ്റ്റോറിസിസം, ഇതൊക്കെ നിങ്ങൾ ഇതുമായിട്ട് ക്ലോസ്ലി പഠിക്കണം വെൻ യു സ്റ്റഡി അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഇതിനെയും കൂടി കൺസിഡർ ചെയ്യുക. പിന്നെ സ്പിവക്കിനെ നിങ്ങൾ ഗായത്രി ചക്രവർത്തി സ്പിവക്കിനെ പഠിക്കുമ്പോൾ ആസ് എ തിയറിസ്റ്റ് ആയിട്ടും പഠിക്കുക, ട്രാൻസ്ലേറ്റർ ആയിട്ടും പഠിക്കുക. കാരണം ലാസ്റ്റ് ടൈം സ്പിവക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്ക് ഇതിൽ ഏത് വർക്കാന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ പ്ലീസ് സ്റ്റഡി ഗായത്രി ചക്രവർത്തി സ്പിവക് ആസ് എ തിയറിസ്റ്റ് ഓഫ് സബോൾട്ടൻ സ്റ്റഡീസ്. ഒരു മേജർ തിയറിസ്റ്റ് ആണ്, പ്ലസ് ട്രാൻസ്ലേറ്റർ. മഹാശ്വേത ദേവിന്റെ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് ഐ ഹാവ് മെൻഷൻഡ്. സോ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ദളിത് സ്റ്റഡീസ്, ഇൻഡിജിനസ് ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ നോക്കണം. ആൻഡ് അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓവർലാപ്സ് ഹെവിലി വിത്ത് പോസ്റ്റ് കൊളോണിയൽ തിയറി. അപ്പൊ പോസ്റ്റ് കൊളോണിയൽ തിയറിയും അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ക്ലോസ്, രണ്ടും പാരലലി ഒരുമിച്ച് വേണം യു ഹാവ് ടു സ്റ്റഡി. I'm giving a very quick PYQ analysis. Please do make it fast. നമുക്കൊരു 10, at least 10 questions discuss ചെയ്യാം, എന്നിട്ട് we can wind up this session. It's a bit of an elongated session. നിങ്ങൾക്ക് കുറേ ഏരിയാസ് ഗൾപ്പിൻ ചെയ്യാനുണ്ടാവും, ബട്ട് അറ്റ്ലീസ്റ്റ് ബി ഫെമിലിയർ. ഞാൻ തന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്ത് വെക്കാം. So the first question, things fall apart primary deals with the impact of colonialism on which community? Make it fast. Things fall apart. Yes. Yes, very good. It is. Chinno Achebe cult popular ആയിട്ടുള്ള വർക്കാണ്. And in this Igbo community ആണ് HEB depicts. Igbo society in Nigeria ആണ് present ചെയ്തിട്ടുള്ളത്. Next question, who translated Mahashweta Devi's Standaini, okay, into English and theorized translation politics? മഹാശ്വേത ദേവിന്റെ ഈ ഒരു വർക്ക് ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരാളെ തിയറിസ്റ്റ് ആയിട്ടും ട്രാൻസ്ലേറ്റർ ആയിട്ടും നിങ്ങൾ പഠിക്കണം. യെസ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് ഗായത്രി സ്പിവക്. ഓക്കെ, സ്പിവക് നിങ്ങൾ പഠിച്ചാൽ മതി. ഗായത്രി ചക്രവർത്തി സ്പിവക് ആണ് ട്രാൻസ്ലേറ്റഡ് മഹാശ്വേത ദേവി's work. Next one, which of the following novels doesn't deal with apartheid? Apartheid discuss. Okay. Apartheid എന്താ? What do you mean by apartheid? അതൊരു സൗത്ത് ആഫ്രിക്കയിൽ, മെയിൻലി ഇൻ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നു റേഷ്യൽ സെഗ്രിഗേഷൻ. റേസിന്റെ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷൻ ആൻഡ് സെഗ്രിഗേഷൻ ആയിരുന്നു എപ്പാർത്തൈഡ്. ഓക്കെ, മെയിൻലി ഡിവിഷൻ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു സെഗ്രിഗേഷൻ ആണ്, റേഷ്യൽ സെഗ്രിഗേഷൻ ആണ് എപ്പാർത്തൈഡ്. വിച്ച് വർക്ക് ഇസ് നോട്ട്, doesn't deal with this? Not B. It's not B. Okay. July's people Nadine Gordiman's വർക്കാണ് എപ്പാർത്തൈഡ് ഡിസ്കസ് ചെയ്യുന്നതാണ്. Cry the Beloved Country എലൻ പാറ്ററിന്റെ വർക്കാണ്. എലൻ പാറ്റൺ, ദാറ്റ് ഓൾസോ എപ്പാർത്തൈഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ജൂലൈസ് പീപ്പിളും മൈ സൺ സ്റ്റോറി നാദിൻ ഗോർഡിമർ ആണ്. നാദിൻ ഗോർഡിമർ ഇസ് എ ഫിഗർ ഓഫ് എപ്പാർത്തൈഡ്. Cry the Beloved Country also എലൻ പേറ്റൺ. Yes, it is.
അഡിച്ചിന്റെ വർക്കാണ്. അഡിച്ചി പോസ്റ്റ് കൊളോണിയൽ നൈജീരിയയിലുള്ള ഇഷ്യൂസ് ആണ് കേട്ടോ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പാർത്തൈഡ് അല്ല പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പർപ്പിൾ ഹിബിസ്കസ് ഇസ് നൈജീരിയൻ, ബാക്കിയൊക്കെ സൗത്ത് ആഫ്രിക്കൻ അപ്പാർത്തൈഡ്. സൗത്ത് ആഫ്രിക്കൻ വർക്ക്സ് ആണ് കൂടുതൽ അപ്പാർത്തൈഡ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. BCD മൂന്ന്, ബാക്കിയുള്ള നാദൻ ഗോൾഡ്മറിന്റെ 2 വർക്ക്സ് ഉണ്ട്, അലൻ പേറ്റിന്റെ ഒരു വർക്ക് ഉണ്ട്. അത് മൂന്നും അപ്പാർത്തൈഡ് ഡിസ്കസ് ചെയ്യുന്നതാണ്. പർപ്പിൾ ഹിബിസ്കസ് പോസ്റ്റ് കൊളോണിയൽ നൈജീരിയ സെറ്റിംഗിൽ പ്രസന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഓഡ് വൺ ഔട്ട്. സോ നിങ്ങൾ അങ്ങനെ പഠിക്കണം. ഓഡ് വൺ ഔട്ട് ഏതൊക്കെ കാറ്റഗറീസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് വർക്ക്സ് പഠിക്കാം. വൈറ്റ് സെൽഗാസോ സി റീറൈറ്റ്സ് വിച്ച് കനോണിക്കൽ ബ്രിട്ടീഷ് നോവൽ? ഷാർലോട്ട് ബ്രോണ്ടിന്റെ ഏത് വർക്കാ? White Sargasso Sea is a rewriting of, is a retelling of which canonical British novel? Yes, very good, very good. ഇറ്റ് ഈസ് ജെയിൻ നായർ. ഓക്കെ, ജെയിൻ നായർ ആണ്. അതായത് ബർത്ത മേസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഡ് വിമൻ ഇൻ ദ ആർട്ടിക്, റോച്ചെസ്റ്റർ കല്യാണം കഴിച്ച ആ വീട്ടിൽ താമസിക്കുന്ന മാഡ് വുമൺ ആയിട്ട് മാത്രം നമ്മൾ ജെയിൻ നായറിൽ കാണുന്ന ആ ഒരു ക്യാരക്ടറിനെ പ്രൊട്ടാഗനിസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടാണ് ജീൻ റൈസ് ഒരു പോസ്റ്റ് കൊളോണിയൽ പെർസ്പെക്റ്റീവില് ക്രിയോളൈസേഷൻ യൂസ് ചെയ്തിട്ട് പറയുന്നത്. ഓക്കെ, സോ പ്ലീസ് ഡു റിമെമ്പർ ദോസ് പോയിന്റ്സ് ഓൾസോ. അപ്പൊ ജീൻ റൈസിന്റെ വൈറ്റ് സെൽഗാസസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് വർക്ക്. നിങ്ങൾ മുൻ നെറ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ യു മൈറ്റ് ബി നോയിങ്. വൈറ്റ് സെൽഗാസസ് ഈ ഓപ്ഷൻസിലായാലും ക്വസ്റ്റ്യൻസിലായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. Who authored Decolonizing the Mind? Decolonizing the Mind rejection of English language present ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ ആണ്. African writer. Who's that? And നിങ്ങൾ നെറ്റ് ഇപ്പം നിങ്ങൾ നെറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വരെ പ്ലീസ് ബി ഫെമിലിയർ വിത്ത് ദി ഓപ്ഷൻസ് ഓൾസോ. ഓപ്ഷൻസിൽ പ്രസന്റ് ചെയ്ത വേർഡ്സ് റൈറ്റേഴ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം മേ ബി നെക്സ്റ്റ് ടൈമിൽ അവരെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നെറ്റ് കൺസിഡർ ചെയ്യുന്ന ഏരിയാസ് ആണെന്ന് നിങ്ങൾക്ക് അങ്ങനെ നോട്ട് ചെയ്യാം. യെസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, is option B, Ngugi wa Thiong'o, rejecting English. Next one, the policy involving forced removal of Aboriginal children. പറഞ്ഞ ഓസ്ട്രേലിയയിലെ നേറ്റീവ് കമ്മ്യൂണിറ്റിയിലുള്ള ചിൽഡ്രനെ സെറ്റിലർ കമ്മ്യൂണിറ്റീസിലേക്കോ അല്ലെങ്കിൽ അസിമിലേഷൻ പോളിസിന്റെ ഭാഗമായിട്ട് മാറ്റാറുണ്ടായിരുന്നു. ആ ഒരു പോളിസിക്ക് എന്താ വിളിക്കാം? ആ ഒരു ഗ്രൂപ്പിന് എന്താ വിളിക്കാം? No, 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 no. It's not option C. ഈ ചൈൽഡ് റിമൂവൽ പോളിസി ആണിത്. യെസ്, യെസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, സ്റ്റോളൻ ജനറേഷൻസ്. ആ കുട്ടികളെയൊക്കെ അബോറിജിനൽ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെയൊക്കെ വേറെ കമ്മ്യൂണിറ്റിയിലോട്ട് മാറ്റി അസിമിലേറ്റ് ചെയ്ത് അവരുടെ നേറ്റീവ് ഫാമിലിയിൽ നിന്ന് അപ്രൂവ് ചെയ്തിട്ട് വേറൊരു ഫാമിലിയിൽ ഫിക്സ് ചെയ്യുന്നതിനാണ്. ആ അബോറിജിനൽ കമ്മ്യൂണിറ്റീനെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു പോളിസി ആയിരുന്നു ഇത് കേട്ടോ. ആ ട്രൈബൽ കമ്മ്യൂണിറ്റീനെ, നേറ്റീവ് കമ്മ്യൂണിറ്റീനെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ കൾച്ചറിനെ കംപ്ലീറ്റ്ലി തുടച്ചു മാറ്റാൻ വേണ്ടി, വൈപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് സ്റ്റോളൻ ജനറേഷൻസ്. It happens in Australia. Next one, The Handmaid's Tale is best described as Margaret Atwood, Canadian literature. The Handmaid's Tale. Handmaid's Tale. Yes. Very good. It is feminist dystopia. പാട്രിയാർക്കിന്റെ ഇഷ്യൂ കാരണം വിമൻസ് ബോഡീസ് എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്ടിഫിക്കേഷൻ, ഇതൊക്കെ എക്സിസ്റ്റൻസിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു റൈറ്റിംഗ് ആണ് ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ. അത് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് ആ. അതിലൊരു മൂവി കൂടി ഉണ്ടെന്ന് ഐ തിങ്ക് സോ. Which work is written by Yudhikaro Nunukal? Aboriginal. First published Aboriginal poet is Yudhikaro Nunukal. Yes, good, good, good.
It is, we are going, yeah, we are going. ഒന്നുകൂടി നോക്കിയേ, ബോൺ പീപ്പിൾ ആണോ? Is it born people? Born people അല്ല. Born people വേറെ അല്ലേ നമ്മൾ പഠിച്ചിരുന്നത്? It's not born people. Born people എവിടത്തെയാ? Odigara Nunukal is Australian Aboriginal poet. First published Aboriginal poet ആണ് Odigara Nunukal. Born people ആരെ എഴുതിയതാ? Born people ആരെ എഴുതിയതാ? Carrie Holmes of New Zealand literature ആണ്. Okay, Born People is New Zealand work ആണ്. The Born People New Zealand literature നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു മേജർ. ഹോൾമ എന്താന്ന് ഞാൻ പറഞ്ഞ ഫസ്റ്റ് Maorian writer to win Booker Prize. So we are going on to work. Next one, the Empire Writes Back is foundational to the Empire Writes Back. മൂന്ന് writers എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. The Empire Writes Back. Writing back. Bill Ashcroft, Griffith ഒക്കെ എഴുതിയിട്ടുള്ള ടിഫിനൊക്കെ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. എംപയർ റൈറ്റ്സ് ബാക്ക് ഏത് തിയറിന്റെ മേജർ ആയിട്ടുള്ള ഒരു വർക്കാണ്? നമ്മൾ ഈ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഏതുമായിട്ടാ ക്ലോസ്ലി അലൈൻഡ് ആയിട്ടുള്ളത്? യെസ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ തിയറി. ഓക്കെ, മൂന്ന് റൈറ്റേഴ്സ് ഉണ്ട് അതിന്. പ്ലീസ് ടു റിമെമ്പർ. Creolization and Caribbean identity are most associated with which of these writers? Creolization and Caribbean identity. Creolization and Caribbean identity is mostly associated with. Caribbean എന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ ആരെ ആലോചിക്കണ്ടേ? പറഞ്ഞു കരീബിയൻ ലിറ്ററേച്ചറിന്റെ ഒരു മേജർ നിങ്ങൾ പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഇയാളുടെ ഈ ഒരു വ്യക്തിയുടെ. Take a guess. Creolization and Caribbean identity. Caribbean എന്ന് പറയുമ്പോൾ തന്നെ no. Insert. ഇതില് രണ്ടുപേര് ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആ, ചിനുവ അച്ചിബെ ആൻഡ് വോളെ സോയിങ്ക. VS നൈപ്പാളും ഡെറിക് വാൾക്കോട്ടും ക്രിയലൈസേഷനും കരീബിയനും എഴുതിയിട്ടുണ്ട്. ബട്ട് ദ മോസ്റ്റ് മേജർ വൺ ഇസ്, യെസ്, ഇറ്റ് ഈസ് ഡെറിക് വാൾക്കോട്ട്. ഓക്കെ, ഡെറിക് വാൾക്കോട്ടിന്റെ പോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഐ ഗെസ്. Interpreter of Melodies is written by and Indian writing in English നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റൈറ്ററായി. നമ്മൾ ഈ റൈറ്ററിനെ അമേരിക്കൻ ലിറ്ററേച്ചറിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. Interpreter of Melodies is written by which of these writers? Arundhati Roy ആണോ? Anita Desai ആണോ? Kamila Shamsi ആണോ? Kamila Shamsi is a Pakistani writer. No, Arundhati Roy ആണോ Interpreter of Melodies എഴുതിയിട്ടുള്ളത്? നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചർ ഈ വ്യക്തിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ നെയിം സേക്ക് ഒക്കെ എഴുതിയിട്ടുണ്ട്. യെസ്, ഇറ്റ് ഇസ് ഓപ്ഷൻ സി. ഇറ്റ് ഇസ് Jhumpa Lahiri. Okay. Orator refers to the influence of very simple question. Orator refers to ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ we can easily answer. Not much of a confusion. പക്ഷെ ചില ഡീപ് മൈനർ റൈറ്റേഴ്സും മൈനർ വർക്ക്സ് ഒക്കെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. Orator refers to the influence of what? Orator means written ആണോ, കൊളോണിയൽ എസ്സേസ് ആണോ, ട്രാൻസ്ലേഷൻ തിയറി, ഫോക്ക് ടെയിൽസ് ഒക്കെ അല്ലേ? ഫോക്ക് ടെയിൽസ് ഒക്കെ എന്താ? യെസ്, ഓപ്ഷൻ സി, ഓറൽ ട്രഡീഷൻസ്.
ഓറൽ ട്രഡീഷൻസ് ഇത് മെയിൻ ആയിട്ട് ആഫ്രിക്കൻ, നമ്മൾ ഈ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുമ്പോൾ ആഫ്രിക്കൻ ഇൻഡിജീനിയസ് ലിറ്ററേച്ചറിലായിക്കോട്ടെ, ഓസ്ട്രേലിയൻ ഇൻഡിജീനിയസ് ഒക്കെ ആയിക്കോട്ടെ, ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസ് ഓറൽ ട്രഡീഷൻസിലാണ് കൂടുതലും ബെസ്റ്റ് അപ്പോൺ ചെയ്തിട്ടുള്ളത്. The Bon people represents literature from, we have already discussed. The Bon people represents literature from Maori culture. Maori culture എവിടെയാ വരുന്നത്? Maori culture. Biculturalism. Settler community versus indigenous community. Yes. It is New Zealand. Carrie Holm integrates Maori culture and postmodern narrative. Okay. Next one. I'll wind it up in 15 questions. 14th question, which novel best presents diasporic identity in a globalized world? Clear light of day, the god of small things, the reluctant fundamentalist, things fall apart. Diasporic identity. ഒരു സ്ഥലത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് പോയി സെറ്റിൽ ചെയ്തിട്ടുള്ള ഐഡന്റിറ്റി. Diasporic identity in a globalized world, global representation. അമേരിക്കൻ ഡ്രീമുമായിട്ട് പോയിട്ടുള്ള ഒരു പ്രൊട്ടാഗണിസ്റ്റ് ഉള്ള ഒരു സ്റ്റോറിയാണ്. And this one is written by a Pakistani writer. What is the answer? I think this has been there for PG syllabus. There is also 2010 film കൂടി ഉണ്ട്. 9/11 ഡിസ്കസ് ചെയ്യുന്ന ഒരു വർക്കായി. Mohsin Abbas illa, Mohsin Hamid. Okay, Mohsin Hamid. Yes, reluctant fundamentalist. The answer is reluctant fundamentalist. Okay, ഏതൊക്കെ മൈഗ്രേഷൻ സർവിലൻസ് 9/11 ഡിസ്കസ് ചെയ്യുന്നൊരു വർക്കാണ്. ആൻഡ് ഓൾസോ അല്ല, നിങ്ങൾക്ക് PGക്ക് പഠിക്കാനുണ്ട് ഐ തിങ്ക്. ആൻഡ് വെരി ബ്രൂറ്റൽ റെപ്രസെന്റേഷൻ, ഇസ്ലാമോഫോബിയ പറയുന്നുണ്ട്. പോസ്റ്റ് 9/11 ആ ട്വിൻ ടവേഴ്സിന്റെ അറ്റാക്ക് കാരണം എല്ലാ മുസ്ലിംസും ടെററിസ്റ്റ് ആണെന്നുള്ള ഒരു ഇസ്ലാമോഫോബിക് കോൺസെപ്റ്റ് എത്രത്തോളം ഗ്ലോബലി സ്പ്രെഡായി എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇതിലത്തെ പ്രൊട്ടാഗണിസ്റ്റ് ഒരു ഡയസ്പോറ എലമെന്റ്, അവരുടെ നാട്ടില് ഇവിടെ സെറ്റിൽ ചെയ്ത് ബെറ്റർ ലിവിങ്ങിന് വേണ്ടി അമേരിക്കൻ ഡ്രീമുമായിട്ട് വന്നിട്ട് ഉള്ള ആളാണ്. ഇവിടെ എത്തിയപ്പോ ആൾക്കാർ ടെററിസ്റ്റ് ആയിട്ട് ബിയേർഡ് ലുക്സ് ഒക്കെ വെച്ചിട്ട് ഇയാളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. സോ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്കാ. ബുക്കും ഇൻട്രസ്റ്റിംഗ് ആ, നല്ല രീതിയിൽ എടുത്തിട്ടുള്ള മൂവി കൂടി ഉണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ് ഓൾസോ. Last question, I'm winding it up. The concept of hybridity is most closely associated with which of these writers? One of the major post-colonial theorists. Who is that? കൾച്ചറൽ സ്പേസസിനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. നോട്ട് സ്പിവക്. സ്പിവക് സബാൾട്ടേൺ ഒക്കെയാ. ഹൈബ്രിഡിറ്റി വേറൊരാള്. കാർണിവലെസ്ക്, നേഷൻ ആൻഡ് നറേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു ഈസ് എ പ്രൊഫസർ. ഈസ് സ്റ്റിൽ അലൈവ്. യെസ്, ഇറ്റ് ഈസ് ഹോമി കെ ബാബ. ബാബയാണ് കൾച്ചറൽ ഇൻ ബിറ്റ്വീൻ സ്പേസസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. 2 or more കൾച്ചേഴ്സ് വന്നിട്ട് പുതിയൊരു കമ്മ്യൂണിറ്റി അറൈസ് ചെയ്യുന്നതും അത് കാരണം ഉണ്ടാകുന്ന എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലംസ്, വേലിനേഷൻ ഇഷ്യൂസിനൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഹോമി കെ ബാബയാണ്. സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് our സെഷൻ ഓൺ അതർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഐ തിങ്ക് ഇറ്റ്സ് ബിറ്റ് ലോങ്. നിങ്ങൾക്ക് 1.5 hour കൂടുതൽ പോയിട്ടുണ്ട്. ബട്ട് എനിവേ, ഐ ഹോപ്പ് യു നിങ്ങൾ ഈ നെറ്റ് എന്ന് കേൾക്കുമ്പോൾ നേരെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറോ അമേരിക്കൻ ലിറ്ററേച്ചറോ മാത്രം പഠിച്ചു പോവാതെ, ക്രിറ്റിസിസം മാത്രം പഠിച്ചു പോവാതെ ഈ ഏരിയാസിൽ നിന്ന് നോക്കുക. കാരണം ഐ ഹവ് ടോൾഡ് യു എത്നിക് റൈറ്റേഴ്സിനെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ബെറ്റർ യു ബി ഫെമിലിയർ വിത്ത് ഓൾ ദീസ് റൈറ്റേഴ്സ്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ റൈറ്റേഴ്സിനെ റൈറ്റിംഗ്സിനെ ഒക്കെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് പോയി ഡീറ്റെയിൽസ് പഠിക്കാം. തിങ്സ് ഫോൾ അപ്പാർട്ട് ഒക്കെ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കി വായിച്ചിരിക്കാം. ആൻഡ് മേജർ റൈറ്റേഴ്സിനെ ഒക്കെ പഠിക്കാം. സോ ഗുഡ് ലക്ക് ടു ഓൾ.
ഇതിൽ വർക്ക് ഉണ്ട്, അതർ ക്ലാസ്. ആ, ഓക്കെ. എനിവേ, ഇനിയുള്ള നെക്സ്റ്റ് ഒരു 5, 6, 7 ഡേയ്സ്, ഒരു വീക്ക് കൂടിയേ ഉള്ളൂ. ആ ഒരു വീക്ക് മാക്സിമം വിഗറസ് പ്രിപ്പറേഷൻ ഇൻവോൾവ് ചെയ്യുക. എല്ലാ റൈറ്റേഴ്സിനെയും റൈറ്റിംഗ്സിനെയും അത് അസോസിയേറ്റ് ചെയ്തുള്ള തീംസിനെയും വെച്ച് പഠിക്കുക. ക്രൊണോളജി മിസ് ചെയ്യരുത്, എത്നിക് റൈറ്റേഴ്സിനെ മിസ് ചെയ്യരുത്, ക്യൂർ റൈറ്റിംഗ്സ്, ഗേ റൈറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ നോക്കണം. ജെയിംസ് ബാൾഡ്വിന്റെ ജിയോവാനീസ് റൂം ഒക്കെ റിപ്പീറ്റഡ്ലി കാണാറുണ്ട്. സോ പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ് ഓൾസോ. ജെയിംസ് ബാൾഡ്വിൻ, ഗേ റൈറ്റിംഗ്സ് ഒക്കെ നോക്കുക, ജെൻഡർ ട്രബിൾ, ജൂഡിത്ത് ബട്ട്ലർ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. എത്നിക് റൈറ്റേഴ്സിന്, ഓരോ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റൈറ്റിംഗ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സിനൊക്കെ ക്രൊണോളജി വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ആൻഡ് അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ഫോർ യു. ഗുഡ് ഫോർ ആൻസറിങ്. ഓക്കെ, നല്ലപോലെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിയറിങ് യു അപ്പ് ഫോർ ബെറ്റർ എക്സെല്ലിങ് ഇൻ ദാറ്റ് എക്സാം. നെറ്റ് അല്ല, JRF വേണ്ടി നിങ്ങൾ എയിം ചെയ്യുക. അപ്പം വാട്ട് എവർ കംസ് ടു യു. ആൻഡ് നിങ്ങൾ ഈ പേപ്പർ 2 പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ പേപ്പർ 1നും വെയിറ്റേജ് കൊടുക്കുക. ആൻഡ് കുറേ കാര്യങ്ങൾ ഗൾപ്പിൻ ചെയ്യുന്നതിലല്ല കാര്യം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നു, എത്ര നിങ്ങൾ നെറ്റ് ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഹൗ യു എക്സൽ. അതാണ് സ്മാർട്ട് വർക്ക് യു ഹാവ് ടു ഡു ഇൻ നെറ്റ് എക്സാം. സോ ഹോപ്പ് എവറിത്തിങ് ഗോസ് വെൽ വിത്ത് യു. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക, നിങ്ങളുടെ എഫർട്ട് മാക്സിമം ഇടുക. സോ ഒബ്വിയസ്ലി യു വിൽ yield a fruitful result. Okay, so thank you for attending the class. Wishing you all the best and excel in your exams. Okay, thank you.